ഓക്കെ. WHO, യുനെസ്കോ, അതേ കണക്ക് ഈ പറയുന്ന യൂണിസെഫ്. ഓക്കെ, യൂണിസെഫ്. അപ്പം ഇതെല്ലാം വരുന്നത് എക്കോസോക്കിന്റെ അണ്ടറിലാണ്. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം നമ്മൾ ഇതുവരെ എന്തൊക്കെയാണ് പറഞ്ഞത്? യുണൈറ്റഡ് നേഷൻസിനെ കുറിച്ചാണ് പറഞ്ഞത്. 1945 വന്നു. 193 മെമ്പേഴ്സ് ആണുള്ളത്. സൗത്ത് സുഡാൻ ആയിരുന്നു ഏറ്റവും അവസാനം വന്ന മെമ്പർ. ഓക്കെ, 2011 അത് കഴിഞ്ഞ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ആണ് യുണൈറ്റഡ് നേഷൻസ് എന്ന US-ന്റെ പ്രസിഡന്റ് ആയിരുന്ന ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ആണ് യുണൈറ്റഡ് നേഷൻസ് എന്ന ടേം ആദ്യമായിട്ട് കോയിൻ ചെയ്യുന്നത്. പ്രധാനമായും 6 മെയിൻ ഓർഗൻസ് ആണ് ഈ പറയുന്ന യുണൈറ്റഡ് നേഷൻസിലുള്ളത്. ഒന്നാമത് പറഞ്ഞ് യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി. ഓക്കെ, ഞാൻ പറഞ്ഞു ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂയോർക്കിലാണ്. ഇപ്പോൾ 193 രാജ്യങ്ങൾക്കും വോയിസ് ഉള്ള, അല്ലെങ്കിൽ അവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ പറയാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ ലോകത്തിനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനുള്ള, വോട്ട് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോമാണ് ഈ പറഞ്ഞ യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി. അതിനിടയ്ക്ക് യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിൽ. ഓക്കെ, ഞാൻ പറഞ്ഞു വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു പ്ലാറ്റ്ഫോമാണ് യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിൽ. അതായത് മൊത്തം 15 മെമ്പർമാരുണ്ട്. അതിൽ 10 പേര് നോൺ പെർമനന്റ് മെമ്പേഴ്സ് ആയിരിക്കും, 5 പേര് പെർമനന്റ് മെമ്പേഴ്സ് ആയിരിക്കും. ഈ 10 പേരെന്ന് പറയുന്നത് റൊട്ടേറ്റിംഗ് ആയിരിക്കും. ഓക്കെ, ഓരോ 2 വർഷം കൂടുമ്പോഴും ഈ 10 മെമ്പേഴ്സ് മാറിക്കൊണ്ടേയിരിക്കും. ഇന്ത്യയൊക്കെ ഞാൻ പറഞ്ഞ 2022-2023 ടൈമിലൊക്കെ ഈ നോൺ പെർമനന്റ് മെമ്പേഴ്സ് ആയിരുന്നു. അത് അടുത്തായിരുന്നു എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ, എക്കോസോക്ക്. ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂയോർക്കിലാണ്. എക്കോസോക്ക് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. പക്ഷെ WHO, യുനെസ്കോ, യൂണിസെഫിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ഓക്കെ, ഇത് എൻവയോൺമെന്റ് പ്രൊട്ടക്ഷന് വേണ്ടിയാണ് യുനെസ്കോ ഒക്കെ കൂടുതൽ വർക്ക് ചെയ്യുന്നത്. WHO ഹെൽത്ത് ആണ്. യൂണിസെഫ് ചിൽഡ്രൻസ് റിലേറ്റഡ് ആണ്. ഓക്കെ, ചിൽഡ്രൻസിന് വേണ്ടിയുള്ള ഫണ്ട് ശേഖരണമൊക്കെയാണ് യൂണിസെഫിന്റെ ഓക്കെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം ഈ പറയുന്ന ഈ എക്കോസോക്ക് ആണ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. അടുത്താണ് ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ. ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂയോർക്കിലാണ്. ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ നമ്മൾ കട്ടിപ്പിച്ചാണ് എഴുതിക്കുന്നത്. അതിന് കാരണം ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ ഇന്ന് നിലവിലില്ല. ഓക്കെ, ഇന്ന് നിലവിലില്ലാത്ത UN-ന്റെ ഒരു ഓർഗൺ ആണ് ഈ ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ എന്ന് പറയുന്നത്. അതായത് 1994 ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ എന്ത് ചെയ്യുന്നുണ്ട്? ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ സസ്പെൻഡ് ചെയ്യപ്പെടുന്നുണ്ട്. എന്തെങ്കിലും തെറ്റിയായിട്ടൊന്നുമല്ല ട്രസ്റ്റിഷിപ്പ് കൗൺസിലിനെ സസ്പെൻഡ് ചെയ്ത് കളയുന്നത്. അതിന്റെ എന്താണ്, അതിന്റെ ഒരു അതെന്തിനു വേണ്ടി കൊണ്ടുവന്നോ അതിന്റെ ഒരു ഉദ്ദേശം കഴിഞ്ഞതോടെയാണ് ട്രസ്റ്റിഷിപ്പ് കൗൺസിലിന്റെ പ്രവർത്തനം നിലയ്ക്കുന്നത്. ഓക്കെ, ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ, അതായത് നമുക്കറിയാം 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഒരുപാട് രാജ്യങ്ങൾ സ്വാതന്ത്ര്യം നേടിപ്പോയിട്ടുണ്ട്. പക്ഷെ ഈ പറയുന്ന UN കുറച്ച് രാജ്യങ്ങൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ, കുറച്ച് രാജ്യങ്ങൾ ഈ പറയുന്ന കുറച്ച് കൂടുതൽ ആഫ്രിക്കൻ നേഷൻസ് ആണ്, ആഫ്രിക്കൻ ലാറ്റിൻ അമേരിക്കൻ കൺട്രീസ് ആണ്. അപ്പൊ ഈ കുറച്ച് രാജ്യങ്ങളിൽ അഡ്മിനിസ്ട്രേഷൻ എന്താണ് പൂർണ്ണസിദ്ധിയിലേക്ക് എത്തിയിട്ടില്ല. സ്വാതന്ത്ര്യം കൊടുക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് ആ രാജ്യം എത്തിയിട്ടില്ലായിരുന്നു. അല്ലെങ്കിൽ അവിടെ ഇപ്പൊ സ്വാതന്ത്ര്യം കൊടുത്താൽ കൂടുതൽ സിവിൽ വാറിലേക്കോ അല്ലെങ്കിൽ ഒരു അനാർക്കിയിലേക്കോ അല്ലെങ്കിൽ അലക്ഷ്യാവസ്ഥയിലേക്കോ പോകാൻ, അല്ലെങ്കിൽ അരാജകത്തിലേക്ക് പോകാനുള്ള ഒരു ചാൻസ് ഉണ്ടായിരുന്ന കുറച്ച് രാജ്യങ്ങളെ എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന യുണൈറ്റഡ് നേഷൻസ്? അവിടെ ഈ പറയുന്ന കുറച്ച് രാജ്യങ്ങളെ എന്ത് ചെയ്യാൻ വെക്കുന്നുണ്ട്? ഈ പറയുന്ന രാജ്യങ്ങളെ സൂപ്പർവൈസ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അതായത് ബെൽജിയം, ഫ്രാൻസ് ഒക്കെ, ഈ പറയുന്ന US ഇല്ലെന്ന് തോന്നുന്നു, ബെൽജിയം, ഫ്രാൻസ് എന്നൊക്കെ പറയുന്ന രാജ്യങ്ങൾ ഒരു 7-ഓളം രാജ്യങ്ങളെ ഈ പറയുന്ന രീതിയിൽ സൂപ്പർവൈസ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങളെ ഈ പറയുന്ന കുറച്ച് ബെൽജിയം, ഫ്രാൻസും പോലത്തെ കുറച്ച് ഡെവലപ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾ, ഈ UN-ൽ പെർമനന്റ് മെമ്പേഴ്സ് ആയിരുന്ന രാജ്യങ്ങൾ എന്ന രീതി, അല്ലെങ്കിൽ പൂർണ്ണമായി സ്വരാജ് നേടിപ്പോകാൻ പറ്റുന്ന, അല്ലെങ്കിൽ പൂർണ്ണമായി ഒരു സോവറിൻ ആവാൻ പറ്റുന്ന, അല്ലെങ്കിൽ പൂർണ്ണമായി ഡെമോക്രസിയെ കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ ആ രാജ്യങ്ങളെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് തോന്നുന്നു. അതായത് ഒന്നുമില്ല, ഈ പറയുന്ന പൂർണ്ണമായും ഒരു മാറാൻ കഴിയാത്ത രാജ്യങ്ങളെ UN കണ്ടുപിടിച്ചിട്ട് ആ രാജ്യങ്ങളുടെ മുകളിൽ ഒരു ട്രസ്റ്റി വെച്ച് കൊടുത്തു, അല്ലെങ്കിൽ ആ രാജ്യങ്ങളെ സൂപ്പർവൈസ് ചെയ്യാൻ രാജ്യങ്ങളെ വെച്ച് കൊടുത്തു. അത് ബെൽജിയവും ഫ്രാൻസും ഒക്കെ ഉണ്ട് ആ രാജ്യങ്ങളായിട്ട്. അപ്പൊ ഇവരെന്ത് ചെയ്യണം? ഈ പറയുന്ന രാജ്യങ്ങളിലെ ഒരു അല്ലെങ്കിൽ ആ രാജ്യങ്ങൾ ഒരു അരാജകത്തിലേക്ക് പോവാതെ, അല്ലെങ്കിൽ ആ രാജ്യങ്ങളിലെ സമാധാനം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഒരു ഈ പറയുന്ന രീതിയിൽ ഡെവലപ്പായി വന്ന് ഒരു പ്രോപ്പർ സോവറിനായിട്ട് വരാൻ പറ്റുന്ന ഒരു സമയത്ത് ഈ പറയുന്ന രാജ്യങ്ങളെല്ലാം സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് ഇൻഡിപെൻഡന്റ് നേഷൻസ് ആയിട്ട് പുറത്തേക്ക് വന്നു. അങ്ങനെ 1994 പലാവു എന്ന് പറയുന്ന ഒരു രാജ്യം എന്തായി? ഈ പറയുന്ന ട്രസ്റ്റിഷിപ്പ് കൗൺസിലിൽ നിന്ന് പുറത്തേക്ക്, ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ അല്ല, UN-ന്റെ ട്രസ്റ്റിഷിപ്പ് ഒരു ഇതിൽ നിന്ന് പുറത്തേക്ക് വരികയും. എന്റെ സൗണ്ട് ബ്രേക്ക് ആവുന്നുണ്ടോ? ക്ലിയർ ആണോ? ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ആവുന്നുണ്ടോ? ഇടയ്ക്ക് ഉണ്ട്. ഓക്കെ, നിങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ അപ്പം തന്നെ പറയൂ കേട്ടോ. കാരണം ഞാൻ ജസ്റ്റ് ഞാൻ നെറ്റ് ഒന്ന് മാറ്റി കണക്ട് ചെയ്യട്ടെ.
ഇപ്പൊ ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ ഫൈൻ, താങ്ക് യു. അപ്പൊ ട്രസ്റ്റികൾ ഉണ്ടായിരുന്നു. അങ്ങനെ അവസാനം പലാവു എന്ന് പറഞ്ഞ രാജ്യവും ഈ പറഞ്ഞ ട്രസ്റ്റിഷിപ്പ് അല്ലെങ്കിൽ ഒരു ട്രസ്റ്റിന്റെ അണ്ടറിൽ നിന്ന് മാറി വരുന്നു. അവര് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് പുറത്തേക്ക് വന്നു. അങ്ങനെ 1994 ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ സസ്പെൻഡ് ചെയ്യപ്പെടുകയാണ്. അല്ലെങ്കിൽ അതിന്റെ ആ ട്രസ്റ്റിഷിപ്പ് കൗൺസിലിന്റെ തുടങ്ങിയതിന്റെ ഉദ്ദേശം കഴിഞ്ഞു. ഓക്കെ, ട്രസ്റ്റിഷിപ്പായിട്ട് വരുന്ന രാജ്യങ്ങളെല്ലാം സ്വാതന്ത്ര്യം നേടി പുറത്തേക്ക് വന്നു. ഓക്കെ, അടുത്താണ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്. ഓക്കെ, അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്ന ഹേഗിലാണ്. ഓക്കെ, നെതർലാൻഡ്സിലെ ഹേഗിൽ. സ്ക്രീൻ ഇല്ല, ഉണ്ടോ? സ്ക്രീൻ കാണുന്നില്ല. കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഞാനിത് ഒന്നുകൂടെ റീഷെയർ ചെയ്യാം. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടോ? എന്നാലും ഞാൻ ഒന്നുകൂടെ ചെയ്യാം. കേൾക്കാൻ പറ്റുന്നില്ലേ? സ്ക്രീൻ കാണാൻ പറ്റുന്നില്ലേ? എല്ലാം ഉണ്ടല്ലോ, എല്ലാം ഓക്കെ അല്ലേ? യെസ്, ഓക്കെ, താങ്ക് യു. ഞാൻ വരച്ചതൊക്കെ പോയി. വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ പറഞ്ഞു. അടുത്താണ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. ഓക്കെ, ICJ. അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്ന ഹേഗിലാണ്, നെതർലാൻഡ്സിലാണ്. ഓക്കെ, ICJയുടെ ഉദ്ദേശം നിങ്ങൾക്ക് അറിയായിരിക്കും. അതായത് ഇപ്പം ഇന്ത്യയിൽ ഒരു ചാറിനെ പാകിസ്ഥാൻ പിടിച്ച ഒരു ചാറിനുണ്ടായിരുന്നു, കുൽഭൂഷൺ ജാദവ് കേസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ കുൽഭൂഷൺ ജാദവിന്റെ കേസെല്ലാം അയാളെ വധശിക്ഷയ്ക്ക് പാകിസ്ഥാൻ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചപ്പോ അത് അതായത് ഒരു ഇന്റർനാഷണൽ പ്രിസണറിനെ അല്ലെങ്കിൽ ഒരു വാർ പ്രിസണറിനെ പിടിക്കുന്നതിന് നിയമങ്ങളുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിനെയാണ് ഇന്ത്യ സമീപിച്ചതും. അങ്ങനെയാണ് ഇന്ത്യക്ക് കുൽഭൂഷൺ ജാദവിന്റെ വധശിക്ഷയിൽ പാകിസ്ഥാനിൽ നടക്കേണ്ട വധശിക്ഷയ്ക്ക് സ്റ്റേ വാങ്ങിക്കുകയും ചെയ്തത്. ഓക്കെ, 2017 18 നടക്കേണ്ട വധശിക്ഷയാണ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ആണ് സ്റ്റേ വെച്ചത്. അങ്ങനെ സ്റ്റേ വെച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് വരെയും ഇപ്പോഴും വധശിക്ഷ നടപ്പാക്കിയിട്ടില്ല. പക്ഷെ കുൽഭൂഷൺ ജാദവ് ഇപ്പോഴും എവിടെയാണ്? പാകിസ്ഥാനിലാണ്. അപ്പൊ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അതായത് ഇന്റർനാഷണൽ ഈ രാജ്യങ്ങൾ തമ്മിൽ ഓക്കെ, ഈ സ്റ്റേറ്റും തമ്മിൽ നടക്കുന്ന പ്രശ്നങ്ങളിൽ അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്ട് മെക്കാനിസം ആയിട്ടാണ് ഈ പറയുന്ന ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അതാണ് UN സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത്. UN സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്ന കുറച്ച് രാജ്യങ്ങൾ അടങ്ങുന്ന ഒരു UN ജനറൽ അസംബ്ലിയുടെ ഒരു സെക്രട്ടേറിയറ്റ് പോലെയാണ്. നിങ്ങൾക്ക് ഇപ്പം നമ്മുടെ നാട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു എക്സാമ്പിൾ വെച്ചാണ് ഞാൻ പറഞ്ഞത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അറ്റ് എൻഡ് ഓഫ് ദ ഡേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തീരുമാനങ്ങൾ എടുക്കുന്ന എന്താണ്? അവർക്ക് ഈ പറയുന്ന CC ഉണ്ട്, എന്താ അതല്ലെങ്കിൽ എന്താണ് സെൻട്രൽ കമ്മിറ്റി ഉണ്ട്, കാര്യങ്ങളുണ്ട്. ഇപ്പൊ സെൻട്രൽ കമ്മിറ്റിയെ നമ്മൾ ഈ പറയുന്ന ജനറൽ അസംബ്ലി ആയിട്ട് വിളിക്കുകയാണെങ്കിൽ അവർക്ക് PB എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ? ന്യൂസിലൊക്കെ നിങ്ങൾ എപ്പോഴും കേൾക്കുന്നുണ്ടായിരിക്കും. എന്താണ് PB തീരുമാനിക്കും കേട്ടിട്ടുണ്ട്. PB എന്ന് പറഞ്ഞാൽ പോളിറ്റ് ബ്യൂറോ എന്നാണ്. ഓക്കെ, പോളിറ്റ് ബ്യൂറോ പോലെ പ്രവർത്തിക്കുന്ന ഒരു ഹയർ ജനറൽ അസംബ്ലിയുടെ ഒരു ഹയർ വേർഷനാണ് UN സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂയോർക്കിലാണ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിന്റെയൊക്കെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് എവിടെയാണ്? ന്യൂയോർക്കിലാണ്. ഓക്കെ, ഇതിന്റെ എല്ലാ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ന്യൂയോർക്കിലാണ്. ആകെ ICJയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് മാത്രം ഹേഗിലാണ്. ഓക്കെ, UNGA എന്ന് പറഞ്ഞാൽ എന്താണ്? യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി ഈസ് കോൾഡ് പാർലമെന്റ് ഓഫ് നേഷൻസ്. ഈച്ച് മെമ്പർ ഹാസ് 1 വോട്ട്. ഓക്കെ, അതാണ് നേരത്തെ പറഞ്ഞത്. അതായത് എല്ലാ മെമ്പേഴ്സിനും, ഈ 193 മെമ്പേഴ്സിനും ഒരു വോട്ട് ഉണ്ട്. അതായത് ഇവർക്ക് മുന്നിലേക്ക് ഒരു പ്രശ്നം പരിഹാരത്തിന് വരികയാണെങ്കിൽ, ഒരു പ്രശ്നത്തിനെ കുറിച്ച് വരികയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? വോട്ട് ചെയ്യാനുള്ള അവകാശം എല്ലാ മെമ്പേഴ്സിനും ഉണ്ട്. UNGA നമ്മൾ എന്താണ് പറയുന്നത്? പാർലമെന്റ് ഓഫ് നേഷൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ, UNSC has 5 permanent members and 10 non-permanent members. ഓക്കെ, ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞാണ്. അതായത് 5 പെർമനന്റ് മെമ്പേഴ്സ് ഉണ്ടാവും. ആരൊക്കെയാണ് ആ 5 പെർമനന്റ് മെമ്പേഴ്സ് നോക്കാം? USA, UK, ഫ്രാൻസ്, റഷ്യ, ചൈനയാണ് ഈ പറയുന്ന 5 പെർമനന്റ് മെമ്പേഴ്സ്. ഓക്കെ, USA, UK, റഷ്യ, ഫ്രാൻസും ചൈനയാണ് ഈ പറയുന്ന 5 പെർമനന്റ് മെമ്പേഴ്സ് ഉണ്ട്. അവർക്ക് എന്തുണ്ട്? വീറ്റോ പവർ ഉണ്ട്. ഓക്കെ, വീറ്റോ പവറിനെ കുറിച്ച് ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞാണ്, എന്നാലും ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. അതായത് ഈ പറയുന്ന ഇപ്പം ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ പറഞ്ഞുതരാം. പാലസ്തീൻ ഇസ്രയേൽ ഇഷ്യൂവിൽ എന്ത് പറ്റുന്നുണ്ട്? യുദ്ധം തുടങ്ങുന്നു, അവിടെ വെടിനിർത്തൽ ആയിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നു. അത് UNSCയുടെ മുമ്പിൽ വന്നു. അതായത് സീസ് ഫയർ പ്രഖ്യാപിക്കാൻ വേണ്ടി UNSCയുടെ മുമ്പിൽ വരികയാണ്. പക്ഷെ ഈ പറയുന്ന UKയും ഫ്രാൻസും റഷ്യയും ചൈനയും എന്ത് പറഞ്ഞു? സീസ് ഫയർ കൊണ്ടുവരണം. ഓക്കെ, സീസ് ഫയർ കൊണ്ടുവരണം, അവിടെ വെടിനിർത്തൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞു.
അപ്പം നമ്മുടെ USA അല്ലെങ്കിൽ സ്ഥിരം പ്രശ്നക്കാരനായ USA എന്ത് ചെയ്തു? വീറ്റോ അടിച്ചു. പുള്ളിക്കാരൻ എന്ത് ചെയ്തു? വീറ്റോ അടിച്ചു. അങ്ങനെ എന്ത് പറ്റി? ആ റെസൊല്യൂഷൻ അവിടെ ക്യാൻസൽ ചെയ്യപ്പെട്ടു. അതായത് ഈ പറയുന്ന 5 രാജ്യങ്ങളിൽ 4 രാജ്യങ്ങൾ ഓക്കെ അടിച്ചാലും ഏതെങ്കിലും ഒരു രാജ്യം ഈ കൊണ്ടുവരുന്ന റെസൊല്യൂഷനിൽ വീറ്റോ അടിച്ചു കഴിഞ്ഞാൽ അത് പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ പറ്റില്ല. ഓക്കെ, അത് വേറെ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. അതായത് ഇപ്പം റഷ്യ യുക്രൈൻ കോൺഫ്ലിക്ട് നടക്കുന്ന ടൈമിൽ സീസ് ഫയർ കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ട് ആര് വീറ്റോ അടിച്ചു? സ്വാഭാവികമായിട്ട് റഷ്യ വീറ്റോ അടിച്ചു. ആ കേസിൽ സീസ് ഫയർ കൊണ്ടുവരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പം വീറ്റോ എന്ന് പറയുന്നത് ഈ പറയുന്ന 5 പെർമനന്റ് മെമ്പേഴ്സിന് മാത്രമുള്ള അവകാശമാണ്. 10 നോർമൽ മെമ്പേഴ്സിന് എന്ത് ചെയ്യാൻ? അവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ പറയാം, കാര്യങ്ങൾ പറയാം, എല്ലാം ചെയ്യാം. പക്ഷെ ഈ പറയുന്ന വീറ്റോയോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇവരുടെ അഭിപ്രായങ്ങൾ എടുക്കണോ വേണ്ടോ എന്നെല്ലാം തീരുമാനിക്കുന്നത് ഈ പറയുന്ന 5 പെർമനന്റ് മെമ്പേഴ്സ് ആയ USA, UK, ഫ്രാൻസ്, റഷ്യ, ചൈനയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന വീറ്റോ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈ പറയുന്ന UNSC ആയിക്കോട്ടെ ഭയങ്കര ഡിസ്ക്രിമിനേറ്ററി ആണ് അല്ലെങ്കിൽ വേർതിരിവാണ് ലോകത്തിനോട് കാണിക്കുന്നത് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ ഇപ്പം തന്നെ നോക്കിയാൽ മനസ്സിലാവും, ഈ 5 രാജ്യങ്ങള് ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു രാജ്യം ഉണ്ടോ? നിങ്ങൾ തന്നെ നോക്കുക. ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള ഏതെങ്കിലും രാജ്യം ഉണ്ടോ? ഇല്ല. ഓക്കെ, ആഫ്രിക്ക എന്നുള്ള ഏതെങ്കിലും രാജ്യമുണ്ടോ? ഇല്ല. അതായത് പ്രോപ്പർ റെപ്രസെന്റേഷൻ വെച്ചിട്ടല്ല UNSC പ്രവർത്തിക്കുന്നത് എന്നതാണ് UNSCക്കുള്ള എതിരെയുള്ള ഏറ്റവും വലിയ ക്രിറ്റിസിസം എന്ന് പറയുന്നത്. അതായത് ഈ പറയുന്ന ലാറ്റിൻ അമേരിക്ക രാജ്യങ്ങളെ കുറിച്ച് ഒരു പ്രശ്നം UNSCയുടെ മുമ്പിൽ വന്നാലും ആഫ്രിക്കൻ രാജ്യങ്ങളെ കുറിച്ച് ഒരു പ്രശ്നം UNSCയുടെ മുമ്പിൽ വന്നാലും അതിനെതിരെ വീറ്റോ അടിക്കാനോ അഭിപ്രായം പറയാനോ ഈ പറയുന്ന ഏതെങ്കിലും ഒരു ആഫ്രിക്കൻ രാജ്യമോ ലാറ്റിൻ അമേരിക്കൻ രാജ്യമോ UNSCയിൽ ഇല്ല. ഓക്കെ, അപ്പൊ അതാണ് UNSC നേരിടുന്ന ഏറ്റവും വലിയ ക്രിറ്റിസിസം എന്ന് പറയുന്നത്, റെപ്രസെന്റേഷൻ ഇല്ലായ്മ. ECOSOC has 54 members elected for a 3 years term. ഓക്കെ, അപ്പൊ ECOSOCൽ എത്ര മെമ്പർ ഉണ്ട്? 54 മെമ്പേഴ്സ് ഉണ്ട്. 3 ഇയർ ടേമിലേക്കാണ് ഇതിരിക്കുന്നത്. 3 ഇയർ കഴിയുമ്പോഴത്തേക്ക് 54 മെമ്പേഴ്സ് ഉണ്ടാവും. ഈ പറയുന്ന മെമ്പേഴ്സ് റൊട്ടേറ്റ് ആയിക്കൊണ്ടിരിക്കും. ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ സസ്പെൻഡഡ് ഇറ്റ്സ് ഓപ്പറേഷൻ ഓൺ 1 November 1994. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1994 ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ എന്ത് ചെയ്യപ്പെടുന്നു? സസ്പെൻഡ് ചെയ്യപ്പെടുന്നുണ്ട്. ICJയിൽ മൊത്തം എത്ര ജഡ്ജസ് ഉണ്ട്? ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ICJയിൽ മൊത്തം 15 ജഡ്ജസ് ഉണ്ട്. 15 ജഡ്ജിമാരാണ് ICJയുടെ പാനലിൽ ഇരിക്കുക. ഓക്കെ, അവരുടെ ടേം എന്ന് പറയുന്നത് 9 വർഷമാണ്. 9 years ആണ് ICJയിലുള്ള ജഡ്ജിമാരുടെ ടേം എന്ന് പറയുന്നത് 9 years ആണ്. കോർട്ട് ഡിസൈഡ് ഡിസ്പ്യൂട്ട്സ് ബിറ്റ്വീൻ കൺട്രീസ്, അതാണ് ഞാൻ പറയുന്നത്. കൺട്രീസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്സ് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. ഓക്കെ, അപ്പൊ സ്റ്റേറ്റുകൾ തമ്മിലുള്ള ഡിസ്പ്യൂട്ടുകൾ, കോൺഫ്ലിക്റ്റ് ഒക്കെ പരിഹരിക്കാനുള്ള ഒരു മെക്കാനിസം ആയിട്ടാണ് ICJ പ്രവർത്തിക്കുന്നത്. UN സെക്രട്ടേറിയറ്റ് കംപ്രൈസ് ഓഫ് ദ സെക്രട്ടറി ജനറൽ, ടേം ഫോർ 5 years. അപ്പൊ സെക്രട്ടറി ജനറൽ പെടുന്ന ഒരു ബോഡിയാണ് UN സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത്. അതിന്റെ ടേം എത്ര വർഷമാണ്? 5 വർഷമാണ്. ഓക്കെ, അടുത്തതാണ് പ്രധാനപ്പെട്ട UN ചാർട്ടർ. UN ചാർട്ടറിന്റെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. UN ചാർട്ടർ നിങ്ങൾ മനസ്സിലാക്കി. UN ചാർട്ടർ ഒന്നുമില്ല. UN ചാർട്ടർ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന UNന്റെ കുറച്ച് ഗൈഡ് ലൈൻസ് ആണ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് മെമ്പർഷിപ്പിനെ കുറിച്ച് അല്ലെങ്കിൽ ബാക്കിയുള്ള ഓർഗൻസിനെ പ്രവർത്തിക്കേണ്ട രീതി, അല്ലെങ്കിൽ ലോകത്തിലെവിടെയും ഈ രാജ്യങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അതെങ്ങനെ പരിഹരിക്കണം എന്നൊക്കെ രീതിയിലാണ് UN ചാർട്ടറിന്റെ ഇത് കിടക്കുന്നത്. പക്ഷെ അത് കുറച്ച് ചാപ്റ്റർ വൈസ് ഇവർ തിരിച്ചിട്ടുണ്ട്. ഓക്കെ, UN ചാർട്ടർ വാസ് സൈൻ ഓൺ 1945 അറ്റ് സാൻ ഫ്രാൻസിസ്കോ. ഓക്കെ, 26 June 1945 സാൻ ഫ്രാൻസിസ്കോ വെച്ചാണ് ഈ പറയുന്ന UN ചാർട്ടർ സൈൻ ചെയ്യപ്പെടുന്നത്. UN ചാർട്ടർ ഹാസ് 19 ചാപ്റ്റർ. ഓക്കെ, 19 ചാപ്റ്ററുകളാണ് UN ചാർട്ടർ ഉള്ളത്. അതിൽ പ്രധാനപ്പെട്ട കുറച്ച് ചാപ്റ്ററുകൾ നമുക്കിപ്പം നോക്കാം. ഇറ്റ് ഹാസ് ബീൻ അമെൻഡഡ് 3 times. അപ്പൊ എത്ര പ്രാവശ്യം അമെൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഭേദഗതി വരുത്തിയിട്ടുണ്ട്? അടുത്തത് മെമ്പർഷിപ്പ്, ഈ രാജ്യങ്ങളുടെ മെമ്പർഷിപ്പിനെ കുറിച്ച്. അതായത് അടുത്തത് ഓർഗൻസ്, നമ്മൾ 6 ഓർഗൻസിനെ കുറിച്ച്, ആ ഓർഗൻസിനെ കുറിച്ചും അവരുടെ കമ്പോസിഷനെ കുറിച്ചും അവരുടെ പ്രവർത്തന രീതികളെ കുറിച്ചും. അടുത്തതാണ് ജനറൽ അസംബ്ലി. ഓക്കെ, UNGA ജനറൽ അസംബ്ലിയുടെ പ്രവർത്തനത്തിനെ കുറിച്ച്, ജനറൽ അസംബ്ലിയുടെ രാജ്യങ്ങളെ കുറിച്ച്. അടുത്തതാണ് ചാപ്റ്റർ 5 ദ സെക്യൂരിറ്റി കൗൺസിൽ. ഓക്കെ, ദ സെക്യൂരിറ്റി കൗൺസിൽ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. സെക്യൂരിറ്റി കൗൺസിലിനെ കുറിച്ചുള്ള ചാപ്റ്ററും അടുത്ത ചാപ്റ്റർ 6 സ്പെസിഫിക് സെറ്റിൽമെന്റ്സ് ഓഫ് ഡിസ്പ്യൂട്ട്സ്. സെക്യൂരിറ്റി കൗൺസിലെ വീറ്റോ പവറിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഈ പറഞ്ഞ ചാപ്റ്റർ 5. ചാപ്റ്റർ 6ന്റെ അകത്ത് നമ്മൾ ഇതിനകത്ത് എന്താണ് പെസിഫിക് സെറ്റിൽമെന്റ് ഓഫ് ഡിസ്പ്യൂട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ പെസിഫിക് എന്ന് നിങ്ങൾ ആലോചിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും പെസിഫിക് ഓഷ്യന്റെ റീജിയനുള്ള രാജ്യങ്ങളൊക്കെ ആയിരിക്കാം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ പെസിഫിക് ഓഷ്യന്റെ റീജിയനുള്ള കാര്യങ്ങളൊന്നുമല്ല. പസഫിക് എന്ന് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ പീസ്ഫുൾ എന്നാണ് കേട്ടോ പെസഫിക്കിന്റെ അർത്ഥം. ഈ പാസിഫിഷൻ എന്ന് പറഞ്ഞൊരു
എനിക്ക് പണ്ടുണ്ടായിരുന്ന ഒരു ഡൗട്ടായിരുന്നു, ഇന്ന് പെസിഫിക് സെറ്റിൽമെന്റ് ഓഫ് ഡിസ്പ്യൂട്ട്സ് എന്ന് കൊടുത്തേക്കുന്നത് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ തിരക്കി പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പെസിഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലാറ്റിൻ വേർഡ് ആണ്. ലാറ്റിൻ വേർഡ് എന്ന് പറഞ്ഞാൽ പാസിഫിഷ്യസ് എന്നാണ്. പാസിഫിഷ്യസ് എന്ന് പറഞ്ഞ ലാറ്റിൻ വേർഡിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പീസ്ഫുൾ എന്നാണ്. ഓക്കെ, പീസ്ഫുൾ സെറ്റിൽമെന്റ് ഓഫ് ഡിസ്പ്യൂട്ട്സ് എന്നാണ് ചാപ്റ്റർ 6 വരുന്നത്. അതായത് രാജ്യങ്ങൾ തമ്മിലുള്ള കോൺഫ്ലിക്ട്സ് പീസ്ഫുൾ നെഗോസിയേഷൻസിലൂടെ പരിഹരിക്കുക എന്നതാണ് ചാപ്റ്റർ 6 പറഞ്ഞിരിക്കുന്നത്. ചാപ്റ്റർ 7 ആക്ഷൻസ് വിത്ത് റെസ്പെക്ട് ടു ത്രെഡ്സ് ഓഫ് പീസ് ആൻഡ് ആക്ട്സ് ഓഫ് അഗ്രഷൻ. ഓക്കെ, അതായത് ആക്ട്സ് ഓഫ് അഗ്രഷനെതിരെയുള്ള നടപടികൾ അല്ലെങ്കിൽ പീസ് ഉറപ്പുവരുത്താനുള്ള നടപടികൾ എന്തൊക്കെയാണെന്ന രീതിയിൽ ചാപ്റ്റർ 18 അമെന്റ്മെന്റ്സ്. ഓക്കെ, ഇതാണ് അമെന്റ്മെന്റ്സിനെ കുറിച്ച്, ഈ ഭേദഗതികൾ എങ്ങനെ വെക്കണം എന്നുള്ള കാര്യങ്ങൾ ചാപ്റ്റർ 18 വരുന്നത്. ഇതൊക്കെയാണ് കുറച്ച് പ്രധാനപ്പെട്ട ചാപ്റ്ററുകൾ എന്ന് പറയുന്നത്. ഇതിന്റെ ഇടയിലും വേറെ ചാപ്റ്ററുകളുണ്ട്. ഓക്കെ, ICJ കുറിച്ചൊക്കെ ചാപ്റ്ററുകളുണ്ട്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ ഒന്നുകൂടെ ഞാൻ ഡിസ്കസ് എല്ലാ ചാപ്റ്ററും നമുക്ക് നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കുക. അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ UN സെക്രട്ടറി ജനറൽമാർ. ഈ ഓർഡർ നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, ഈ ഓർഡർ, ഓക്കെ, ഈ പറയുന്ന ട്രൈഗൽ ലൈ തൊട്ടുള്ള അവസാനത്തെ ഇപ്പം അന്റോണിയോ ഗുട്ടറസ് വരെ നിൽക്കുന്ന ഓർഡർ നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, ഫസ്റ്റ് ഈ ഏത് രാജ്യത്തുനിന്നുള്ള ആളാണെന്നൊന്നും പഠിച്ച് വെച്ചില്ലെങ്കിലും ഈ പറയുന്ന ജസ്റ്റ് നോക്കി വിട്ടോ. ഓക്കെ, എന്നാലും ഈ ഓർഡർ, ഈ ക്രോണോളജി നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കി വെക്കുക. വർഷം ഒന്നും നോക്കണമെന്ന് ഞാൻ പറയില്ല, നിങ്ങൾക്ക് അത്ര വർഷത്തിൽ ഇത്ര ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. പക്ഷെ ഈ ഓർഡർ, അതായത് യൂത്ത് തന്ത് കഴിഞ്ഞാൽ കേർട്ട് വാൾഡൈൻ വരും, ജാവിയർ പെരേസ് ടി കുല്ലർ വരും, ബുട്രോസ് ഗാലി വരും, കോഫി അന്നൻ വരും, ബാൻ കി മൂൺ വരും, അന്റോണിയോ ഗുട്ടറസ് വരും എന്നുള്ളൊരു ആ ഓർഡർ ഉണ്ടല്ലോ, അത് നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, ഫസ്റ്റത്തെ ആരാണ്? ട്രൈഗവിലിയാണ് ഫസ്റ്റത്തെ ഈ പറയുന്ന UN സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത്. ഓക്കെ, UN സെക്രട്ടറി ജനറൽ ആയിട്ട് വരുന്ന ഫസ്റ്റ് ട്രൈഗവിലി എന്ന് പറയുന്ന ഒരാളായിരുന്നു ഈ പറയുന്ന സെക്രട്ടറി ജനറൽ. പുള്ളിക്കാരൻ ഒരു പ്ലെയിൻ അപകടത്തിൽ മരിക്കുമായിരുന്നു കേട്ടോ. പ്ലെയിൻ അപകടത്തിൽ കൊല്ലപ്പെടുകയായിരുന്നു. അപ്പം അതിനുശേഷം ഡാക് ഹാമർസ്ഗോർഡ് വരുന്നു, സ്വീഡൻകാരനാണ്. യൂത്ത് തന്ത് വരുന്നു, കേർട്ട് വാൾഡൈൻ വരുന്നു, ജാവിയർ പെരേസ് ടി കുല്ലർ വരുന്നു, ബുട്രോസ് ഗാലി വരുന്നു. ബുട്രോസ് ഗാലി കുറച്ച് ഫേമസ് ആയിട്ടുള്ള ആളാണ്. ബുട്രോസ് ഗാലിയുടെ സമയത്ത് ഒരു അജണ്ട ഒക്കെ വരുന്നുണ്ട്, അതിനെ കുറിച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അത് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇത് കഴിഞ്ഞ് കോഫി അന്നൻ വരുന്നു, ഗാനയിൽ നിന്നുള്ള. ഓക്കെ, ആദ്യത്തെ കറുത്ത വംശജനായ ഈ പറയുന്ന UN സെക്രട്ടറി ജനറൽ ആണ് കോഫി അന്നൻ വരുന്നത്. പിന്നെ ബാൻ കി മൂൺ, നമുക്ക് എല്ലാവർക്കും അറിയാൻ ആളായിരിക്കും ബാൻ കി മൂൺ എന്ന് പറയുന്നത്. റിപ്പബ്ലിക് ഓഫ് കൊറിയയിൽ നിന്നുള്ള UN സെക്രട്ടറി ജനറൽ ആയിരുന്നു. ഇപ്പോഴത്തെ കറന്റ് സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത് 2017 തൊട്ട് അന്റോണിയോ ഗുട്ടറസ് ആണ്. പോർച്ചുഗലുകാരനാണ് അന്റോണിയോ ഗുട്ടറസ്. ഓക്കെ, അടുത്താണ് ഹിസ്റ്ററി ഓഫ് UN. ഓക്കെ, യുഎന്റെ നാൾ വഴികളാണ് നമ്മൾ നോക്കാൻ. അതായത് ഫോർമേഷൻ തൊട്ട് ഇന്ന് വരെ ഉണ്ടായ പ്രധാനപ്പെട്ട സംഭവങ്ങളെല്ലാം വെച്ചിട്ടാണ് നമ്മൾ ഇത് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഓക്കെ, അങ്ങനെ 1944 ഡംബർട്ടൺ ഓക്സ് കോൺഫറൻസിലാണ് എന്ത് വരുന്നത്, ഈ UN സ്ട്രക്ചറിനെ കുറിച്ചും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം നമുക്ക് വേണമെന്നതിനെ കുറിച്ചുള്ള ഒരു ചർച്ച വരുന്നതും, അതായത് അല്ലെങ്കിൽ UN ഫോർമേഷൻ തുടക്കമിടുന്നത് എന്തിൽ നിന്നാണ്? ഈ പറയുന്ന ഡംബർട്ടൺ ഓക്സ് കോൺഫറൻസ് ആണ് 1944 ആരൊക്കെയായിരുന്നു? USA, സോവിയറ്റ് യൂണിയൻ, UK ആൻഡ് ചൈന. ഓക്കെ, അടുത്താണ് 1945 UN ചാർട്ടർ അപ്രൂവ്ഡ് ഇൻ സാൻ ഫ്രാൻസിസ്കോ ബൈ 50 സ്റ്റേറ്റ്സ്. ഓക്കെ, അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, UN ചാർട്ടർ അപ്രൂവ് ചെയ്യുന്നത് ഏത് കോൺഫറൻസിലാണ്? സാൻ ഫ്രാൻസിസ്കോ കോൺഫറൻസിലാണ്. പക്ഷെ UN തുടക്കം കുറിക്കുന്നത് ഈ പറയുന്ന ഡംബർട്ടൺ ഓക്സ് കോൺഫറൻസിലാണ്. ഓക്കെ, 1945 UN ചാർട്ടർ അപ്രൂവ് ചെയ്യുന്നത്. ശേഷം 1946 ആദ്യത്തെ UN സെക്രട്ടറി ജനറലായ ട്രൈഗവിലി, നോർവേക്കാരനാണ്, സെക്രട്ടറി ജനറൽ ആയിട്ട് അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നു. 1948 യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? അഡോപ്റ്റ് ചെയ്യപ്പെടുകയാണ്. ഓക്കെ, നമ്മൾ UDHR കുറിച്ച് പറഞ്ഞു അല്ലെ. ലോകത്തിൽ ഈ പറയുന്ന മനുഷ്യ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഡിക്ലറേഷൻ ആണ്, ഈ ഡോക്യുമെന്റ് ആണ്. ഈ പറയുന്ന ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ഒന്നാണ്. ഓക്കെ, എല്ലാവർക്കും ഈ പറയുന്ന പൊളിറ്റിക്കൽ, സിവിൽ ആൻഡ് ഹ്യൂമാനിറ്റേറിയൻ റൈറ്റ്സ് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഡിക്ലറേഷൻ ആണ്, ഈ ഡോക്യുമെന്റ് ആണ് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം 1948 അത് അപ്രൂവ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അല്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്യപ്പെടുന്നത്. അടുത്തത് 1950 സെക്യൂരിറ്റി കൗൺസിൽ ആദ്യമായിട്ട് അല്ലെങ്കിൽ ആദ്യത്തെ പ്രധാനപ്പെട്ട UN സെക്യൂരിറ്റി കൗൺസിൽ തീരുമാനം വരികയാണ്. അതായത് മിലിറ്ററി ആക്ഷൻ കൊറിയ ആയിരുന്നു അത്. ഓക്കെ, അതായത് സൗത്ത് കൊറിയ നോർത്ത് കൊറിയ ഇൻവേഡ് ചെയ്യുന്നു. അപ്പം UN നയപ്രകാരം അല്ലെങ്കിൽ UN പോളിസി പ്രകാരം ഒരു രാജ്യത്തിന്റെ വേറൊരു രാജ്യം അപ്രതീക്ഷിതമായി അതിനിഷ്ഠൂരമായിട്ട് ഇങ്ങനെ ഒരു ആക്ട് ഓഫ് അഗ്രഷൻ കാണിക്കുക അല്ലെങ്കിൽ അധിനിവേശം നടത്തുക എന്ന് പറയുന്നത് UN പോളിസി പ്രകാരം. കാരണം ഒന്നാമത്തെ കാര്യം, ഇപ്പോഴാണെങ്കിൽ ചിലപ്പോൾ UN ഇങ്ങനെ ഒന്നും കയറി ഇടപെടില്ല.
ഓക്കെ, യു എൻ ഇപ്പോഴൊന്നും കയറി ഇടപെടില്ല. നമ്മളിപ്പോൾ പറയാറില്ല, ഒരു പുതിയ കാലത്ത് ഇറങ്ങുമ്പോൾ എല്ലാവർക്കും ഒരു ചോരത്തിളപ്പ് ഉണ്ടാവും എന്ന് പറയില്ലേ. അപ്പം 1950 ഈ രണ്ടാം ലോകമായതിനു ശേഷം ഒരു പ്രധാനപ്പെട്ട ഇൻസിഡന്റ് എന്ന് പറഞ്ഞാൽ കൊറിയൻ വാറാണ്. ലോകത്തിലുണ്ടായ ഇത് ഏതാണ് ഈ വേൾഡ് വാറിന് ശേഷം ഉണ്ടായ പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത്, ഫസ്റ്റ് നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് കൊറിയൻ വാർ എന്ന് പറയുന്നത്. ഈ പറയുന്ന നോർത്ത് കൊറിയ സൗത്ത് കൊറിയയിലേക്ക് ഇൻവേഡ് ചെയ്യുന്നു. അപ്പം അതിന്റെ ഭാഗമായിട്ട് യു എൻ സെക്യൂരിറ്റി കൗൺസിൽ കുറച്ച് കടുത്ത നിലപാടുകൾ എടുക്കുകയാണ്. അവിടെ ഒരു മിലിറ്ററി ഇന്റർവെൻഷൻ നടത്തുന്നു. ഓക്കെ, അങ്ങനെ യു എൻ ഹൈ കമ്മീഷൻ ഫോർ റെഫ്യൂജീസ് ഒക്കെ സ്ഥാപിക്കപ്പെടുകയാണ്. ഓക്കെ, UNHCR 1950 സ്ഥാപിക്കപ്പെടുന്നത്. ഓക്കെ, അതായത് റെഫ്യൂജികൾക്ക് വേണ്ടി അല്ലെങ്കിൽ അഗതികൾക്ക് വേണ്ടിയുള്ള ഒരു റെഫ്യൂജി ക്രൈസിസ് നേരിടുന്ന രാജ്യങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ റെഫ്യൂജികളാകാൻ വിധിക്കപ്പെട്ട അല്ലെങ്കിൽ നിർബന്ധിതരായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയൊക്കെ ഒരു ഹൈ കമ്മീഷൻ പ്രവർത്തിക്കുകയാണ്. ഓക്കെ, അടുത്ത 1953 ഡാഗ് ഹാംസ്കോഡ്, പ്രൊനൗൺസിയേഷൻ തെറ്റായിരിക്കും, സ്റ്റിൽ ഡാഗ് H 1953 ഈ പറയുന്ന സ്വീഡന്റെ ഡാഗസ് ഈ പറയുന്ന ഒരു സെക്രട്ടറി ജനറൽ ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെടുന്നു. ഓക്കെ, യുഎന്റെ ഫസ്റ്റ് പീസ് കീപ്പിംഗ് മിഷൻ നടക്കുന്നത് എവിടെയാണ്? യുഎന്റെ ഫസ്റ്റ് പീസ് കീപ്പിംഗ് മിഷൻ നടക്കുന്ന 1956 സൂയിസ് കനാലിൽ വെച്ചാണ് കേട്ടോ. സൂയിസ് കനാലിൽ വെച്ചാണ് യുഎന്റെ ഫസ്റ്റ് പീസ് കീപ്പിംഗ് നടക്കുന്നത്. സൂയിസ് ക്രൈസിസ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സൂയിസ് ക്രൈസിസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഓക്കെ, സൂയിസ് ക്രൈസിസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഈ സൂയിസ് കനാലിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയായിരിക്കും. ലോകത്തിലെ തന്നെ വളരെ സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടന്റ് ആയ ഒരു കനാലാണ് ഈ പറയുന്ന വെസ്റ്റ് ഏഷ്യൻ, ഈജിപ്തും സിറിയ ഒക്കെ വരുന്ന വെസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഈ ട്രേഡിന് വേണ്ടി ഉപയോഗിക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടന്റ് ആയ ഒരു ട്രേഡ് റൂട്ടാണ് സൂയിസ് കനാൽ എന്ന് പറയുന്നത്. ഓക്കെ, ഈ സൂയിസ് കനാലിന്റെ 1956 വരെയുള്ള ഒരു കാര്യം പറയുകയാണെങ്കിൽ, സൂയിസ് കനാലിന്റെ മുകളിൽ ഒരു ആധിപത്യം വെച്ചിരുന്നത് ഈ പറയുന്ന UK ഫ്രാൻസും ഒക്കെ ആയിരുന്നു. അപ്പൊ പക്ഷെ സൂയിസ് കനാൽ ആരുടെ പാർട്ടായിട്ടാണ് ഓടുന്നത്? സൂയിസ് കനാൽ നിൽക്കുന്നത് ഈ പറയുന്ന ഈജിപ്തിന്റെ പാർട്ടായിരുന്നു. അപ്പം 1956 ഈജിപ്ത് എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, ഈജിപ്ത് ഈ പറയുന്ന സൂയിസ് കനാൽ അങ്ങ് നാഷണലൈസ് ചെയ്തു. ഓക്കെ, നാഷണലൈസ് ചെയ്യുന്ന പറയുന്നത് നിങ്ങൾക്ക് അറിയാലോ, അതായത് ഈജിപ്തിന്റെ പാർട്ടാണ് സൂയിസ് കനാൽ. അതുകൊണ്ട് സൂയിസ് കനാലിന്റെ അഡ്മിനിസ്ട്രേഷൻ ഇനി മൊത്തം നോക്കാൻ പോകുന്നത് ഈജിപ്ത് ആണെന്ന് ഈജിപ്ത് പ്രഖ്യാപിക്കുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എന്ത് പറ്റി? ഇസ്രയേൽ കയറി അധിനിവേശം നടത്തി. ഓക്കെ, ഇസ്രയേൽ ഈജിപ്തിനെ ആക്രമിക്കുകയാണ്. അതായത് ഈ പറയുന്ന വെസ്റ്റിന്റെ ഒക്കെ ടൂളായിട്ടിരുന്ന ഇസ്രയേൽ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന ഈജിപ്തിനെ ആക്രമിക്കുകയാണ്. അതിന് പുറകെ UK ഫ്രാൻസും ഈജിപ്തിനെ ആക്രമിച്ചു. അങ്ങനെ UN ആദ്യത്തെ പീസ് കീപ്പിംഗ് ഫോഴ്സിനെ സൂയിസ് ക്രൈസിന്റെ ടൈമിൽ ഈ പറയുന്ന ഈജിപ്തിലേക്ക് അയക്കുകയാണ്. UN പീസ് കീപ്പിംഗ് ഫോഴ്സിനെ 1956 അയക്കുകയാണ്. ഓക്കെ, അങ്ങനെ അവസാനം ഈ യുദ്ധത്തിൽ എന്തൊരു സീസ് ഫയർ ഒക്കെ വന്നു, സമാധാന കരാർ വന്ന് യുദ്ധം തീരുകയായിരുന്നു. ഓക്കെ, അടുത്തതാണ് 1960 ഓപ്പറേഷൻ കോങ്കോ, എസ്റ്റാബ്ലിഷ്ഡ് ഓവർസീ ദ ട്രാൻസിഷൻ ആൻഡ് ബെൽജിയൻ റൂൾ ടു ഇൻഡിപെൻഡൻസ്. ഓക്കെ, അതായത് അവിടെ ഈ നമ്മൾ ഫ്രാൻസിനെയൊക്കെ പഠിക്കുന്ന പോലെ തന്നെയാണ് ബെൽജിയൻസ്. ഓക്കെ, ബെൽജിയം എന്ന് പറയുന്ന രാജ്യം വേറൊരു വലിയ അല്ലെങ്കിൽ ഈ കൊളോണിയൽ കാര്യത്തിൽ ബെൽജിയം കാര്യം അത്ര പുറകോട്ടൊന്നുമില്ലായിരുന്നു. ഒരുപാട് രാജ്യങ്ങളെ ഈ ആഫ്രിക്കയിലൊക്കെ ഒരുപാട് രാജ്യങ്ങളെ ലാറ്റിൻ അമേരിക്കയിലെ ആഫ്രിക്കയിലൊക്കെ ഒരുപാട് രാജ്യങ്ങളെ കോളനൈസ് ചെയ്തൊരു രാജ്യമാണ് ഈ ബെൽജിയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ബെൽജിയം കൊളോണൈസ് ചെയ്തിരുന്ന സ്ഥലമാണ് ഈ കോങ്കോ. അപ്പൊ കോങ്കോയ്ക്ക് 1960 ഇൻഡിപെൻഡൻസ് കിട്ടുകയാണെങ്കിൽ, സ്വാതന്ത്ര്യം കിട്ടുകയാണ്. പക്ഷെ കോങ്കോയിൽ എന്ത് പറ്റുന്നു? കോങ്കോയിൽ സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെ അവിടെ വേറെ ആഭ്യന്തരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുകയാണ്. ഓക്കെ, സിവിൽ വാർ ഉണ്ടാകുന്നു, അവിടുത്തെ കുറച്ച് മിലിറ്ററി ഗ്രൂപ്പുകൾ അവിടെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു, അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് പേര് അവിടെ മരിക്കുന്നു, അവിടെ സിവിൽ വാർ ഉണ്ടാവുകയാണ് ബേസിക്കലി. ഓക്കെ, അപ്പം അത് നിയന്ത്രിക്കാനായിട്ട് അല്ലെങ്കിൽ അവിടുത്തെ ഈ ട്രാൻസിഷൻ ഉണ്ടല്ലോ, നമ്മൾ ഡെമോക്രാറ്റിക് ട്രാൻസിഷനെ കുറിച്ച് പഠിച്ചല്ലോ. അപ്പൊ ഡെമോക്രാറ്റിക് ട്രാൻസിഷനിൽ ഉണ്ടായ പ്രശ്നങ്ങളെ നിയന്ത്രിക്കാനായിട്ടാണ് 1960 UN കോങ്കോയിൽ ഓപ്പറേഷൻ നടത്തുന്നത്. അത് കഴിഞ്ഞ് യൂത്ത് അന്ത് വരികയാണ്. യൂത്ത് അന്ത് ബർമയിൽ നിന്നുള്ള സെക്രട്ടറി ജനറൽ ആയിരുന്നു. ഓക്കെ, ബർമയിൽ നിന്നുള്ള സെക്രട്ടറി ജനറൽ ആയിരുന്നു. ബർമ എന്ന് പറഞ്ഞാൽ ഇപ്പൊ മ്യാൻമർ. ഓക്കെ, 1964 UN പീസ് കീപ്പർ സെൻഡ് ടു സൈപ്രസ്. അങ്ങനെ സൈപ്രസിൽ ഈ പറയുന്ന ഒരു ഒരു ആഭ്യന്തര ഒരു സിവിൽ വാർ ആയിരുന്നു സൈപ്രസിൽ ഉണ്ടായത്. അപ്പൊ സൈപ്രസിലും ഈ പറയുന്ന UN പീസ് കീപ്പിംഗ് ഫോഴ്സിനെ അയക്കുന്നു. 1964 UN ഡെവലപ്മെന്റ് പ്രോഗ്രാം, ഓക്കെ, UNDP ഫൗണ്ട് ചെയ്യുകയാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന പൂർ ആയിട്ടുള്ള രാജ്യങ്ങളെ അല്ലെങ്കിൽ അണ്ടർ ഡെവലപ്ഡ് ഉള്ള രാജ്യങ്ങളെ സഹായിക്കാനായിട്ട് UN ഡെവലപ്മെന്റ് പ്രോഗ്രാം 1965 സ്റ്റാർട്ട് ചെയ്യുന്നു. 1968 ജനറൽ അസംബ്ലി അപ്രൂവ്സ് ദ ട്രീറ്റി ഓൺ ദ നോൺ പ്രൊളിഫറേഷൻ ഓഫ് ന്യൂക്ലിയർ വെപ്പൺസ്. ഓക്കെ, NPTയെ കുറിച്ചൊക്കെ നമ്മൾ നിങ്ങൾക്ക് വേറൊരു മോഡ്യൂൾ തന്നെ ഉള്ളത് കൊണ്ടാണ് ഞാൻ NPTയെ കുറിച്ച് പല പ്രാവശ്യം വന്നിട്ട് ഞാൻ പറയുന്നത്. എന്നാലും നമുക്ക് ഇപ്രാവശ്യം കുറച്ചൊന്ന് പറഞ്ഞു പോകാം. ഓക്കെ, നിങ്ങളുടെ അപ്പൊ അടുത്ത പഠിക്കുന്ന ഓർമ്മ ഉണ്ടാവില്ല. NPT എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, NPT അപ്രൂവ് ചെയ്യുന്ന 1968 NPTയുടെ പ്രധാന പ്രൊവിഷൻ എന്ന് പറയുന്നത് 1967 മുന്നേ ന്യൂക്ലിയർ ആംഡ് സ്റ്റേറ്റ് ആയ രാജ്യങ്ങൾക്ക് മാത്രം
ഇനി ന്യൂക്ലിയർ വെപ്പൺസ് മതി. അതിനുശേഷം ഇനി ഈ ലോകത്തിൽ ന്യൂക്ലിയർ റേസിനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ന്യൂക്ലിയർ വെപ്പൺസോ ആരും ഡെവലപ്പ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ജനറൽ അസംബ്ലി അപ്രൂവ് ചെയ്യുന്ന ഒരു ട്രീറ്റിയാണ് NPT എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് തോന്നും 1967 മുന്നേ എത്ര രാജ്യങ്ങൾക്ക് ഈ പറയുന്ന എന്താണ് ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടായിരുന്നു. USA സ്വാഭാവികമായിട്ടും സ്ക്രീൻ കാണുന്നുണ്ടോ? എനിക്കൊന്ന് സ്ക്രീൻ ജസ്റ്റ് പോയിട്ട് വന്നു. നിങ്ങൾക്ക് സ്ക്രീൻ കാണുന്നുണ്ടോ? സ്ക്രീൻ കാണുന്നുണ്ടോ? ഓക്കെ. എനിക്കൊന്ന് അങ്ങനെ USA എന്തോ ഒരു ഗ്ലിച്ച് വന്നിട്ടുണ്ട് ലാപ്പിലോട്ട്. ഒന്ന് ഹോൾഡ് ചെയ്യണം. ഓക്കെ, USA ഓക്കെ, നിങ്ങൾ നോട്ട് ചെയ്യുക. എനിക്ക് റൈറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, എന്തോ ഗ്ലിച്ച് കയറിയിട്ടുണ്ട്. റൈറ്റ് ചെയ്യാൻ ഭയങ്കര പാട്. ഓക്കെ, അപ്പം USA, UK, ഫ്രാൻസ്, റഷ്യ, ചൈന ഈ 5 രാജ്യങ്ങളാണ് ഈ പറയുന്ന NPT അല്ലെങ്കിൽ ഈ പറയുന്ന NPT-യിൽ പെടാത്ത രാജ്യങ്ങൾ. അതായത് 1967 മുന്നേ ന്യൂക്ലിയർ വെപ്പൺസ് ആയ രാജ്യങ്ങൾ. അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ NPT എന്ന് പറയുന്നത് വളരെ ഡിസ്ക്രിമിനേറ്ററി ആയ ഒരു ട്രീറ്റി ആയിരുന്നു. ഓക്കെ, അതായത് ഈ NPT പറഞ്ഞാൽ ഈ 5 രാജ്യങ്ങൾക്ക് ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ട്. അതുകൊണ്ട് ഇനി ആര് ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കി ലോകത്തിൽ ഈ പറയുന്ന ന്യൂക്ലിയർ ആംസ് റേസ് ഉണ്ടാക്കരുത്. ഈ ഉള്ള 5 രാജ്യങ്ങൾ എന്ത് ചെയ്യണം? പതുക്കെ ഈ ന്യൂക്ലിയർ വെപ്പൺസ് ഡിസ്പോസ് ചെയ്ത് ഈ പറയുന്ന ന്യൂക്ലിയർ വെപ്പൺസ് പ്രൊഡ്യൂസ് ചെയ്ത് നിർത്തി അവരും ന്യൂക്ലിയർ വെപ്പൺസിൽ ഒരു ന്യൂട്രൽ സ്റ്റേറ്റിലേക്ക് വന്ന് എത്തുക എന്നായിരുന്നു NPT പറഞ്ഞത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ നടക്കുന്നു? ഒരിക്കലും നടക്കുന്ന ഒരു കാര്യമല്ല എന്ന് പറയുന്നത്. ന്യൂക്ലിയർ വെപ്പൺസ് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ എന്താണ്? സെക്യൂരിറ്റിയാണ്, അല്ലേ? ഈ പറയുന്ന പാകിസ്ഥാൻ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടായപ്പോൾ തന്നെ ഇന്ത്യക്ക് ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടായത് കൊണ്ടാണ് ഇന്ത്യക്ക് ഈ പറയുന്ന സൗത്ത് ഏഷ്യൻ റീജിയനിലാണെങ്കിലും അല്ലെങ്കിൽ ചൈനയായിട്ടാണെങ്കിലും ഈ പറയുന്ന രീതിയിൽ ഒരു ഫുൾ സ്കെയിൽ വാറിലേക്കോ അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിലേക്ക് ഒരു ഡയറക്റ്റ് കോൺഫ്ലിക്റ്റിലേക്ക് പോലും കടക്കാൻ പല രാജ്യങ്ങളും മടിക്കുന്നത് തന്നെ ഇന്ത്യ ന്യൂക്ലിയർ ആംഡ് സ്റ്റേറ്റ് ആയതുകൊണ്ടാണ്, അല്ലെ? ഇത് മനസ്സിലാക്കുന്നത് കൊണ്ടാണ് ഇന്ത്യ NPT ഇതുവരെ സൈൻ ചെയ്യാത്തത്. ഇന്ത്യ NPTയുടെ സിഗ്നറ്ററി അല്ല. പക്ഷെ നമ്മുടെ നെയ്ബറിംഗ് കൺട്രിയായ ബംഗ്ലാദേശ് ഒക്കെ NPTയുടെ സിഗ്നറ്ററി ആണ് കേട്ടോ. അപ്പം NPT എന്ന് പറയുന്നത് വളരെ ഡിസ്ക്രിമിനേറ്ററി ആയിട്ടുള്ള പോളിസിയാണ്. അത് 1968 UN പാസ്സാവുകയാണ്. പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന റീപ്രസെന്റ് ദ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന, തായ്വാൻ അറ്റ് UN സെക്യൂരിറ്റി കൗൺസിൽ. എന്ന് പറഞ്ഞാൽ നിങ്ങൾ തായ്വാനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാ തായ്വാൻ എന്ന് പറയുന്നത് ചൈനയുടെ ഒരു പാർട്ട്. ഇപ്പൊ തായ്വാൻ സെപ്പറേറ്റ് ഒരു നേഷൻ ആയിട്ട് നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞിരുന്നു ഇന്നല്ലെങ്കിൽ നാളെ ചൈന തായ്വാനെ അക്വയർ ചെയ്യും. അതിനോടുള്ള കാര്യങ്ങളെല്ലാം ചൈന ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം തായ്വാൻ ആയിരുന്നു 1971 വരെ UN-ല് റിപ്പബ്ലിക് ഓഫ് ചൈന എന്നായിരുന്നു തായ്വാന്റെ ഇതിന് മുന്നേ വരെ ഉണ്ടായിരുന്ന പേര്. ഓക്കെ, റിപ്പബ്ലിക് ഓഫ് ചൈന എന്നായിരുന്നു ഈ തായ്വാന്റെ പഴയ പേര്. അപ്പൊ ഈ റിപ്പബ്ലിക് ഓഫ് ചൈന എന്ന് പറഞ്ഞ് UN സെക്യൂരിറ്റി കൗൺസിൽ 1971 വരെ റെപ്രസെന്റ് ചെയ്യുന്ന ആരായിരുന്നു? തായ്വാനായിരുന്നു, അല്ലെങ്കിൽ ഇന്നത്തെ തായ്വാനായിരുന്നു. അപ്പം 1971 അല്ലെങ്കിൽ 70-71 ടൈമിലാണ് UN സെക്യൂരിറ്റി കൗൺസിൽ ഇത് പുനഃപരിശോധിക്കുകയും ഈ പറയുന്ന തായ്വാനെ കാട്ടി ഈ പറയുന്ന പോപ്പുലേഷൻ റേറ്റ് ആയിക്കോട്ടെ, ഡെമോഗ്രഫി ആയിക്കോട്ടെ, ലാൻഡ് ഏരിയ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ആയിക്കോട്ടെ, GDP ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന അല്ലെങ്കിൽ ഇന്നത്തെ ചൈനയാണ് ഈ പറയുന്ന UN സെക്യൂരിറ്റി കൗൺസിലിൽ ചൈനയെ പ്രതിനിധീകരിക്കേണ്ടതെന്ന് UN സെക്യൂരിറ്റി കൗൺസിലിന് മനസ്സിലാവുകയാണ്. അങ്ങനെ അന്നത്തെ റിപ്പബ്ലിക് ഓഫ് ചൈനയായ തായ്വാൻ ഈ പറയുന്ന രീതിയിൽ റീപ്ലേസ് ആവുകയും പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന ആ പൊസിഷനിലേക്ക് അല്ലെങ്കിൽ UN സെക്യൂരിറ്റി കൗൺസിലെ പെർമനന്റ് പൊസിഷനിലേക്ക് വരികയും ചെയ്യുന്നു. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കുക, തായ്വാന്റെ പഴയ പേരാണ് റിപ്പബ്ലിക് ഓഫ് ചൈന എന്നത്. അത് പിന്നീട് തായ്വാനായി മാറുകയും പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന അല്ലെങ്കിൽ PRC ഈ പറയുന്ന ഒഫീഷ്യൽ ചൈനയായിട്ട് അല്ലെങ്കിൽ ചൈന എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ഒരു നേഷനെ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യപ്പെടുകയാണ്. ഓക്കെ, 1972 ഫസ്റ്റ് UN എൻവയോൺമെന്റ് കോൺഫറൻസ് ഹെൽഡ് ഇൻ സ്റ്റോക്ക്ഹോം, ലീഡിംഗ് ടു ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ദ UN എൻവയോൺമെന്റ് പ്രോഗ്രാം. നമ്മൾ എൻവയോൺമെന്റ് പഠിച്ചത് പറഞ്ഞാണ് സ്റ്റോക്ക്ഹോം കോൺഫറൻസിനെ കുറിച്ച്. 1972 ഈ സ്റ്റോക്ക്ഹോം കോൺഫറൻസിലാണ് യുണൈറ്റഡ് നേഷൻ എൻവയോൺമെന്റ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. യുണൈറ്റഡ് നേഷൻ എൻവയോൺമെന്റ് പ്രോഗ്രാമിലാണ് എല്ലാത്തിന്റെയും പയനീർ. ഓക്കെ, എല്ലാത്തിന്റെയും പയനീർ എന്ന് പറഞ്ഞാൽ UNEP ആണ്, സ്റ്റോക്ക്ഹോം കോൺഫറൻസ് ആണ്. അതിനുശേഷമാണ് വിയന്ന കോൺഫറൻസ് വരുന്നത്, ഓസോണിനെ കുറിച്ച് പഠിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ എന്താണ് റിയോ സമ്മിറ്റ് വരുന്നു, സമ്മിറ്റ് വരുന്നു. ഇതിനെല്ലാം തുടക്കം കുറിച്ചത് ഈ പറയുന്ന സ്റ്റോക്ക്ഹോം കോൺഫറൻസ് ആണ് 1972. ഫസ്റ്റ് UN കോൺഫറൻസ് ഓൺ വുമൺ ഇൻ മെക്സിക്കോ സിറ്റി. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഫസ്റ്റ് UN കോൺഫറൻസ് ഓൺ വുമൺ നടക്കുന്നത് എവിടെയാണ്? മെക്സിക്കോ സിറ്റിയിലാണ്. അതായത് സ്ത്രീകൾക്കുള്ള പ്രാതിനിധ്യവും അല്ലെങ്കിൽ സ്ത്രീകളുടെ
ഓക്കെ, സ്ത്രീകളുടെ എന്താണ് പുരോഗതിയൊക്കെ കൈവരിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് പ്രോപ്പർ റെപ്രസെന്റേഷൻ കൊടുക്കണം എന്നൊരു ആശയത്തിലാണ് ഫസ്റ്റ് യുഎൻ കൗൺസിൽ ഓഫ് വുമൺ നടക്കുന്നത് മെക്സിക്കോ സിറ്റിയിലാണ്. ഓക്കെ, അപ്പം ആരായിരുന്നു യുഎൻ സെക്രട്ടറി ജനറൽ? കർട്ട് വൈൽഡ്ഹൈം ആയിരുന്നു സെക്രട്ടറി ജനറൽ. ഓക്കെ, അത് കഴിഞ്ഞ് 1982 ജാവിയർ പെരസ് ഡി കുല്ലർ. ഓക്കെ, ജാവിയർ പെരസ് ഡി കുല്ലർ പെറുകാരനാണ്. ഓക്കെ, പെറുകാരനാണ് സെക്രട്ടറി ജനറലായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെടുന്നു. അടുത്താണ് യൂണിസെഫ്. ഓക്കെ, അടുത്താണ് യൂണിസെഫ് കൺവീൻസ് ദ വേൾഡ് സമ്മിറ്റ് ഫോർ ചിൽഡ്രൻ. 1990 വേൾഡ് സമ്മിറ്റ് ഓഫ് ചിൽഡ്രൻ നടക്കുന്നത് എപ്പോഴാണ്? 1990 യൂണിസെഫ് അത് കൺവീൻ ചെയ്യാണ്. യൂണിസെഫിന്റെ ഫുൾ ഫോം എന്താണെന്ന് അറിയോ? യുണൈറ്റഡ് നേഷൻസ് ചിൽഡ്രൻസ് എമർജൻസി ഫണ്ട് എന്നാണ് യൂണിസെഫിന്റെ ഫുൾ ഫോം. ഓക്കെ, യുണൈറ്റഡ് നേഷൻസ് ചിൽഡ്രൻസ് എമർജൻസി ഫണ്ട്. ഓക്കെ, ചിൽഡ്രൻസ് എമർജൻസി ഫണ്ട് എന്നാണ് യൂണിസെഫിന്റെ ഫുൾ ഫോം. അടുത്തതാണ് ബുട്രോസ് ബുട്രോസ് ഗാലി. ഞാൻ പറഞ്ഞു ബുട്രോസ് ഗാലി കുറച്ച് പ്രധാനപ്പെട്ട ഒരു യുഎന്റെ സെക്രട്ടറി ജനറൽ ആയിരുന്നു. ഈജിപ്തിൽ നിന്നുള്ള ആളാണ് ബുട്രോസ് ഗാലി. പുള്ളിയുടെ സമയത്താണ് എർത്ത് സമ്മിറ്റ് നടക്കുന്നത്, അജണ്ട ഓഫ് പീസ്. ഓക്കെ, ദ എർത്ത് സമ്മിറ്റ് ഇൻ റിയോ അപ്രൂവ്സ് എ കോംപ്രഹെൻസീവ് പ്ലാൻ ടു പ്രൊമോട്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. നമ്മൾ പറഞ്ഞു സുസ്ഥിരമായ വികസനം. ഓക്കെ, ഡെവലപ്മെന്റ് ഉണ്ടാവാൻ വേണ്ടിയാണ് എർത്ത് സമ്മിറ്റ് കൊണ്ടുവരുന്നത്. എർത്ത് സമ്മിറ്റ് ആണ് നമ്മൾ റിയോ സമ്മിറ്റ് എന്നൊക്കെ പറയുന്നത്. റിയോ സമ്മിറ്റിന്റെ ഭാഗമായിട്ടാണ് എന്ത് വരുന്നത്? ക്യോട്ടോ പ്രോട്ടോകോൾ വരുന്നത് നമ്മൾ പഠിച്ചു അല്ലേ? ക്യോട്ടോ പ്രോട്ടോകോൾ വരുന്നു. ക്യോട്ടോ ഈ പറയുന്ന കാർബൺ എമിഷൻ കുറയ്ക്കണമെന്നൊക്കെ വരുന്നത് ഈ പറയുന്ന എർത്ത് സമ്മിറ്റിന്റെ ഭാഗമാണ്. അന്ന് യുഎൻ സെക്രട്ടറി ജനറൽ ബുട്രോസ് ഗാലിയാണ്. അതേ കണക്ക് തന്നെ ആൻ അജണ്ട ഫോർ പീസ്, നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അജണ്ട ഫോർ പീസ് ആരുടെ ടൈമിലാണ് അഡോപ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, സെക്യൂരിറ്റി കൗൺസിൽ ഇഷ്യൂസ് ആൻ അജണ്ട ഫോർ പീസ് ഹൈലൈറ്റിംഗ് ന്യൂ അപ്രോച്ച് ടു പീസ് മേക്കിംഗ്, പീസ് കീപ്പിംഗ് ആൻഡ് പീസ് ബിൽഡിംഗ്. ഓക്കെ, അതായത് ഒന്നുമില്ല, ലോകത്തിൽ സമാധാനം വരുത്തുക എന്നാണല്ലോ യുഎന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അങ്ങനെ അവരൊരു പുതിയൊരു അജണ്ടയും കൂടെ കൊണ്ടുവരികയാണ്, അല്ലെങ്കിൽ ഒരു പുതിയൊരു ഗൈഡ് ലൈൻസും കാര്യങ്ങളും, അല്ലെങ്കിൽ പുതിയ പീസ് കീപ്പിംഗ് മെഷേഴ്സും കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു അജണ്ടയാണ് ഈ പറയുന്ന അജണ്ട ഫോർ പീസ് എന്ന് പറയുന്നത്. അങ്ങനെ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആ ടൈമിലാണ് ബുട്രോസ് ഗാലിയുടെ ടൈമിലാണ്. അടുത്താണ് 1997 കോഫി അണ്ണൻ വരുന്നു. ഗാനയിൽ നിന്നുള്ള കോഫി അണ്ണൻ ഫസ്റ്റ് അപ്പോയിന്റ് സെക്രട്ടറി ജനറൽ ആവുന്നു. കറുത്ത വംശജനായ ആദ്യത്തെ ആള് അവസാനത്താണ്. അതിനുശേഷം കറുത്ത വംശജാരും ഈ പറയുന്ന യുഎൻ സെക്രട്ടറി ജനറൽ ആയിട്ടില്ല. ഓക്കെ, അപ്പൊ കോഫി അണ്ണൻ വരുന്നു ഗാനയിൽ നിന്നുള്ള. നല്ല പേരല്ലേ കോഫി അണ്ണൻ. ജനറൽ അസംബ്ലി അഡോപ്റ്റ്സ് മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ്. ഓക്കെ, അപ്പൊ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് പറഞ്ഞാൽ MDGs എന്ന് പറയും. അതായത് ഒരു 8ഓളം ഗോൾസ് ആണ് കേട്ടോ. 8ഓളം ഗോൾസ് ആണ് മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് പറയുന്നത്. നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ട്, അതായത് ഈ ചൈൽഡ് മോർട്ടാലിറ്റി റേറ്റ് കുറയ്ക്കുക, ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുക, അത് കണക്ക് തന്നെ എല്ലാവർക്കും എഡ്യൂക്കേഷൻ, എല്ലാവർക്കും ഫുഡ്, ഷെൽട്ടർ എന്നൊക്കെ ഒരു ഐഡിയ ആണ് ഈ പറയുന്ന 8 ഗോൾസ് എന്ന് പറയുന്നത്. ഞാൻ നമ്മുടെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസും ഉണ്ട്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസും ഉണ്ട്. ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ഏകദേശം 17ഓളം ഗോൾസ് ഉണ്ട്. മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് ഏകദേശം 8 ഗോൾസ് ആണ്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് അങ്ങനെ ചോദിച്ച് ഞാൻ കണ്ടില്ല, പക്ഷെ സ്റ്റിൽ ആരും പഠിക്കാൻ നമുക്ക് പഠിക്കണമല്ലോ. അപ്പം അതുകൊണ്ട് ആ ഗോൾസ് ഞാൻ സെപ്പറേറ്റ് ചെയ്ത് തരാം, അത് നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പൊ 8ഓളം ഗോൾസ് 2000 ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. 2002 ഈ പറയുന്ന ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ICC എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത് എന്നാണ് 2002. അടുത്ത യുഎൻ പീസ് കീപ്പിംഗ് കമ്മീഷൻ. നമ്മൾ പീസ് കീപ്പിംഗ് മിഷനെ കുറിച്ചൊക്കെ നമ്മൾ ഇതിനു മുന്നേ പീസ് കീപ്പിംഗ് മിഷൻ നടത്തുന്നുണ്ട്. അപ്പൊ യുഎൻ പീസ് കീപ്പിംഗ് കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന എപ്പോഴാണ്? 2005. ഓക്കെ, കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പീസ് കീപ്പിംഗ് മിഷൻസിനെ മൊത്തം സൂപ്പർവൈസ് ചെയ്യുക. ഓക്കെ, ഒരു സെപ്പറേറ്റ് കമ്മീഷൻ തന്നെ ഉണ്ടാക്കി ഈ പറയുന്ന പീസ് കീപ്പിംഗ് മിഷന് സൂപ്പർവൈസ് ചെയ്യാനുള്ള ആവശ്യത്തിലാണ് യുഎൻ പീസ് കീപ്പിംഗ് കമ്മീഷൻ വരുന്നത്. ഓക്കെ, അപ്പം ഇപ്പോഴും ലൈവായിട്ട് കുറെ സ്ഥലങ്ങളിൽ പീസ് കീപ്പിംഗ് മിഷൻ നടക്കുന്നുണ്ട്. ഇപ്പൊ സൗത്ത് സുഡാന്റെ കാര്യമൊക്കെ പറഞ്ഞു. സൗത്ത് സുഡാനിലൊക്കെ ഇപ്പോഴും കലുഷിതമായ സാധ്യത നടക്കുന്ന, അല്ലെങ്കിൽ ഈ പറയുന്ന ആഭ്യന്തര കലാപങ്ങൾ അല്ലെങ്കിൽ സിവിൽ വാർസ് നടക്കുന്ന സ്ഥലങ്ങളാണ് ഈ സൗത്ത് സുഡാൻ എന്നൊക്കെ പറയുന്നത്. സൗത്ത് സുഡാനിലൊക്കെ ഇപ്പോഴും ആക്റ്റീവായിട്ട് യുഎൻ പീസ് കീപ്പിംഗ് മിഷൻസ് നടക്കുന്നുണ്ട്. ഇന്ത്യന്റെ മിലിറ്ററി പേഴ്സണൽസ് യുഎൻ പീസ് കീപ്പിംഗ് മിഷൻസിൽ പങ്കെടുക്കുന്നുണ്ട്. ഓക്കെ, 2007 ബാൻ കി മൂൺ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആളായിരിക്കും. ബാൻ കി മൂൺ ഈ പറയുന്ന സൗത്ത് കൊറിയയുടെ സെക്രട്ടറി ജനറൽ ആയിട്ട് വരുന്നത് 2007. പുള്ളിയുടെ ടൈമിലാണ് ഈ പറയുന്ന ഹൈതിയിൽ എർത്ത് ഉണ്ടാകുന്നത്. ഓക്കെ, ഹൈതിയിൽ ഒരു റെക്ടർ സ്കെയിലിൽ അന്ന് 7 ആയിരുന്നു. 7 എന്ന് പറയുന്നത് വളരെ തീവ്രമായ ഒരു നമ്പറാണ്. ഓക്കെ, ഹൈതി എർത്ത് ക്വേക്ക് 2010 ഹൈതി എർത്ത് ക്വേക്ക് ഉണ്ടാകുന്നതും അത് കണക്ക് തന്നെ യുഎൻ വുമൺ എന്ന് പറഞ്ഞൊരു ബോഡിയും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ബാൻ കി മൂണിന്റെ ടൈമിലാണ്. ഓക്കെ, ഈ ഹൈതി എർത്ത് ക്വേക്കിന്റെ ഫോളോയിങ് ദി ഡിവാസ്റ്റേറ്റിംഗ് എർത്ത് ക്വേക്ക് ഇൻ ഹൈതി, the UN launched one of its largest humanitarian efforts to assist recovery and rebuilding. അതായത് ഹൈതി എർത്ത് ക്വേക്ക് എന്ന് പറഞ്ഞാൽ ഈ നമ്മളെ ഈ നൂറ്റാണ്ട് കണ്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഏറ്റവും ഒരു നിർഭാഗ്യകരമായ എന്നാൽ ഏറ്റവും വലുതുമായ ഒരു എന്താണ് ഒരു എൻവയോൺമെന്റൽ ഡിസാസ്റ്റർ ആണ്. ഓക്കെ, ഏകദേശം 2 ലക്ഷത്തോളം ആൾക്കാരാണ്
കൈതി ഒരിക്കലും മരണപ്പെടുന്നൊക്കെ. അപ്പം ആ ടൈമിൽ UN റെസ്പോൺസ് വളരെ സ്വിഫ്റ്റ് ആയിരുന്നു, വളരെ സ്പീഡി ആയിരുന്നു. ഓക്കെ, അന്ന് പെട്ടെന്ന് തന്നെ UN ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ പറ്റി. ഓക്കെ, ആണ് ക്രിയേഷൻ ഓഫ് UN-1. The General Assembly established UN-1, the United Nations entity for gender equality and empowerment of women. അതെ, ഓക്കെ, ജെൻഡർ ഇക്വാലിറ്റി, സ്ത്രീ സമത്വത്തിന് വേണ്ടി ഫോം ചെയ്ത ഒരു UN ഒരു ബോഡിയാണ് UN Women എന്ന് പറയുന്നത്. ടു കൺസോൾട്ടേറ്റ് എഫേർട്സ് പ്രൊമോട്ട് ജെൻഡർ ഇക്വാലിറ്റി ഗ്ലോബലി, ലോകത്തുള്ള എല്ലാ സ്ത്രീകൾക്കും, ഓക്കെ, എല്ലാവർക്കും തുല്യമായ വേതനം, തുല്യമായ അവകാശം എന്ന രീതിയിൽ വന്നൊരു ഐഡിയ ആണ് ക്രിയേഷൻ ഓഫ് UN Women എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് 2011 എന്ത് പറ്റും? സൗത്ത് സുഡാന് ഇൻഡിപെൻഡൻസ് ലഭിക്കുകയാണ്. ഓക്കെ, South Sudan's independence. On July 9, South Sudan became an independent nation and was subsequently admitted as the 193rd member state of the UN. South Sudan ഈ പറയുന്ന സൗത്ത് സുഡാൻ എന്താണ്? സൗത്ത് സുഡാൻ 2011 സൗത്ത് സുഡാൻ സ്വാതന്ത്ര്യം ലഭിക്കുക. പ്രീവിയസ് കാണിക്കാണ്, വരച്ച് വൃത്തിയേടാക്കിയിട്ടുണ്ട്, പ്രശ്നമില്ല. ഫൈനാണോ? മുകളിലേക്ക് പോകണോ? ഓക്കെ, താങ്ക് യു. ഓക്കെ, സൗത്ത് സുഡാൻ 2011 ഇൻഡിപെൻഡൻസ്, അതായത് സുഡാനിൽ നിന്ന് സൗത്ത് സുഡാൻ ഇൻഡിപെൻഡൻസ് നേടുകയും 193ാമത്തെയും അവസാനത്തെയും, അതായത് നിലവിൽ അവസാനത്തെ മെമ്പറായിട്ട് UN ജോയിൻ ആകുകയും ചെയ്യുന്നു 2011 സൗത്ത് സുഡാൻ. സൗത്ത് സുഡാനിൽ പക്ഷെ ഇന്ന് അത്ര സാഹചര്യത്തിൽ നല്ലതല്ല. ഈ പറയുന്ന രീതിയിൽ സുഡാനിൽ നിന്ന് മാറിയൊക്കെ ഒരു സെപ്പറേറ്റ് നേഷനായിട്ട് സൗത്ത് സുഡാൻ വന്നെങ്കിലും അവിടെ ഇന്ന് ആഭ്യന്തര കലാപങ്ങളും സിവിൽ വാറും ഒക്കെ കാരണം ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്. ഓക്കെ, ഇന്നും സൗത്ത് സുഡാനിൽ ഞാൻ പറഞ്ഞ പോലെ UN പീസ് കീപ്പിംഗ് മിഷൻ ഒക്കെ ആക്റ്റീവായിട്ട് നടക്കുന്ന സ്ഥലമാണ് സൗത്ത് സുഡാൻ. ഓക്കെ, ഇന്നും അവിടെ ഈ പറയുന്ന പല സെക്ട് ഓഫ് മിലിറ്ററി ഗ്രൂപ്പുകളൊക്കെ ആയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2015 അഡോപ്ഷൻ ഓഫ് ദ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്. ഓക്കെ, MDGs കാര്യം പറഞ്ഞു. ഇനി SDGs. ഓക്കെ, SDGs പറഞ്ഞാൽ 17 ഗോളുകളാണ് SDGs ഉണ്ടാകുന്നത്. The UN introduced the 2030 agenda for sustainable development. ഓക്കെ, 2030 ഈ പറഞ്ഞ SDG ഗോൾസിൽ ഒരു കുറച്ച് സ്പെസിഫിക് ആണ്. ഈ മില്യൺ ഡെവലപ്മെന്റ് ഗോൾസ് പോലെയല്ല. മില്യൺ ഡെവലപ്മെന്റ് ഗോൾസിൽ ഒരു കുറച്ചും കൂടെ ഒരു ബ്രോഡർ ആസ്പെക്റ്റിലാണ് മില്യൺ ഡെവലപ്മെന്റ് ഗോൾസ് പറയുന്നത്. അതായത് ഇൻഫന്റ് മോർട്ടാലിറ്റി ചൈൽഡ് മോർട്ടാലിറ്റി റേറ്റ് കുറയ്ക്കുക, എല്ലാവർക്കും ഈ പറയുന്ന എന്താണ് ഹങ്കർ ഇല്ലാതാക്കുക, പട്ടിണി മരണങ്ങൾ ഇല്ലാതാക്കുക, വിദ്യാഭ്യാസം എല്ലാവർക്കും ലഭിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ബ്രോഡ് ആസ്പെക്റ്റിലാണ് ഈ പറയുന്ന മില്യൺ ഡെവലപ്മെന്റ് ഗോൾസ് പറയുന്നതെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് കുറച്ചുകൂടെ സ്പെസിഫിക് ആണ്. ഓക്കെ, കുറച്ചുകൂടെ സ്പെസിഫിക് ആണ്, കുറച്ചുകൂടെ റൂട്ടഡ് ആണ്. അപ്പം 2030 ഈ പറയുന്ന രീതിയിൽ മില്യൺ SDGs ഒരു കണക്കൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെ ഒരു ന്യൂമറിക്കൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്കലി ആണ് പറയുന്ന SDGs കുറച്ചുകൂടെ പറയുന്നത്. അതായത് ഇത്ര ശതമാനം കുറയ്ക്കുക എന്നൊക്കെ രീതിയിലാണ് SDGs പറയുന്നത്. അപ്പം 2030 ആണ് വെച്ചിരിക്കുന്നത്. 2030 അജണ്ട എന്ന് പറയുന്നത് 17 ഗോൾസ് ആണുള്ളത്. അത് ലോകത്തിലെ പോവർട്ടി, ഇൻഇക്വാലിറ്റി, ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ SDGയുടെ ഭാഗമാണ് കേട്ടോ. ക്ലൈമറ്റ് ചേഞ്ചിനെ കൗണ്ടർ ചെയ്യാന്നൊക്കെ പറയുന്ന SDGസിന്റെ പാർട്ടാണ്. പാരീസ് അഗ്രിമെന്റ് ഓൺ ക്ലൈമറ്റ് ചേഞ്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ് പാരീസ് അഗ്രിമെന്റിനെ കുറിച്ച്. ഓക്കെ, 2015 പാരീസ് അഗ്രിമെന്റ് വരുന്നു. 2015 ഓക്കെ, 2015 പാരീസ് അഗ്രിമെന്റ് വരുന്നു. The UN facilitation adopts Paris Agreement, a landmark accord uniting nations in the fight against climate change. Okay, climate change-നെതിരെ ലോകരാഷ്ട്രങ്ങൾ ഒന്നിച്ചു നിന്നുകൊണ്ട്, അതായത് ക്ലൈമറ്റ് ചേഞ്ച് കൗണ്ടർ ചെയ്യാൻ പറ്റില്ലെങ്കിൽ എന്തില്ല, മാനവരാശിയില്ല, ഓക്കെ, ഹ്യൂമാനിറ്റി ഇല്ല, ക്ലൈമറ്റ് ചേഞ്ച് കൗണ്ടർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ലോകരാഷ്ട്രങ്ങൾ എല്ലാം മറന്ന്, എല്ലാ പ്രശ്നങ്ങളും മറന്ന് ഒന്നിച്ച് കൈകോർത്ത് ഒപ്പിട്ട ഒരു രേഖയാണ് ഈ പറയുന്ന പാരീസ് അഗ്രിമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, 2016 ലീഡർഷിപ്പ് ട്രാൻസിഷൻ 2016 ആര് വരുന്നു? അന്റോണിയോ ഗുട്ടറസ് വരികയാണ്. ഓക്കെ, അന്റോണിയോ ഗുട്ടറസ് ഈ പറയുന്ന UN സെക്രട്ടറി. ഓക്കെ, അന്റോണിയോ ഗുട്ടറസ് UN സെക്രട്ടറി ജനറൽ ആയിട്ട് വരുന്നു. പോർച്ചുഗലുകാരനാണ്. ബാൻ കി മൂണിന് ശേഷമാണ് വരുന്നത്. ജാനുവരി 1 2016 ഈ പറയുന്ന പ്രൊസീജിയർ തുടങ്ങിയെങ്കിലും ഒഫീഷ്യലി ടേം ബിഗിൻ ചെയ്യുന്ന ജാനുവരി 1, 2017 കേട്ടോ. അതുകൊണ്ട് 2017 തൊട്ടാണ് അന്റോണിയോ ഗുട്ടറസിന്റെ ടേം വരുന്നത്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ അത് കൺഫ്യൂസ് ചെയ്യിക്കാൻ ഓപ്ഷൻ ഇടാം 2016, 2015 എന്നൊക്കെ. പക്ഷെ മനസ്സിലാക്കുക, 2016 ഈ പറയുന്ന ലീഡർഷിപ്പ് ട്രാൻസിഷൻ തുടങ്ങിയെങ്കിലും ജാനുവരി 1, 2017 ഈ പറയുന്ന അന്റോണിയോ ഗുട്ടറസ് UN സെക്രട്ടറി ജനറൽ ആയിട്ട് പോർച്ചുഗലുകാരനായ അന്റോണിയോ ഗുട്ടറസ് വരുന്നത്. 2017 ഗ്ലോബൽ കോമ്പാക്ട് ഓൺ മൈഗ്രേഷൻ. The UN General Assembly endorsed the global compact for safe, orderly and regular migration.
ഫസ്റ്റ് ഇന്റർ ഗവൺമെന്റ് അഗ്രിമെന്റ് കവറിംഗ് ഓൾ ടൈപ്സ് ഓഫ് ഇന്റർനാഷണൽ മൈഗ്രേഷൻ. ഓക്കെ, അതായത് ഇന്റർനാഷണൽ മൈഗ്രേഷൻ, അതായത് മൈഗ്രേറ്റ് ചെയ്യുന്ന ആൾക്കാരെ കുറിച്ച്. ഓക്കെ, അതിൽ റെഫ്യൂജീസ് നമുക്ക് പറയാൻ കഴിയില്ല, എന്നാലും മൈഗ്രേറ്റ്, ഇപ്പം നമുക്ക് ഇന്ത്യയിൽ നിന്ന് പേര് മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നില്ല, അപ്പൊ അവരുടെ റൈറ്റ്സിനെ കുറിച്ച് അല്ലെങ്കിൽ അവർക്ക് ലഭിക്കേണ്ട ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ച്, ഒരു മൈഗ്രന്റ് എന്ന രീതിയിൽ അവർക്ക് കിട്ടേണ്ട കുറച്ച് അവകാശങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു പോയ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു വ്യക്തമായ ഒരു ധാരണ നൽകിയ ഒരു 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 അഗ്രിമെന്റ് ആണ്, അല്ലെങ്കിൽ അഗ്രിമെന്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു രേഖയാണ് ഈ പറയുന്ന ഗ്ലോബൽ കോമ്പാക്ട് ഓൺ മൈഗ്രേഷൻ എന്ന് പറയുന്നത്. UN ജനറൽ അസംബ്ലിയാണ് അതിനെക്കുറിച്ച് ചർച്ച ചെയ്തതും തീരുമാനങ്ങൾ എടുത്തതും. ഓക്കെ, അപ്പൊ ഇന്റർനാഷണൽ മൈഗ്രേഷനെ കുറിച്ച് എല്ലാ ആസ്പെക്ടും കവർ ചെയ്ത് വന്ന ആദ്യത്തെ ഒരു രേഖ എന്ന് പറയുന്നത് ഈ പറയുന്ന ഗ്ലോബൽ കോമ്പാക്ട് ഓൺ മൈഗ്രേഷൻ ആണ്. ഓക്കെ, അത് അടുത്താണ് 2020 നമുക്ക് എല്ലാം അറിയുന്നത് COVID-19 pandemic response. The UN coordinated global efforts to combat the COVID-19 pandemic, emphasizing international cooperation, providing humanitarian aid and supporting vaccine distribution through initiatives like COVAX. കോവാക്സ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ കോവാക്സിൻ ആണ് എന്ന് വിചാരിക്കരുത്. ഓക്കെ, കോവാക്സ് എന്ന് പറഞ്ഞാൽ അന്ന് UN എടുത്തൊരു പോളിസിയാണ് കോവാക്സ് എന്ന് പറയുന്നത്. അതായത് ലോകത്തിലുള്ള എല്ലാവർക്കും ഒരേ രീതിയിൽ എക്വിറ്റബിൾ ആയിട്ട് ഈ പറയുന്ന വാക്സിൻ ലഭിക്കണം. കാരണം പണക്കാരുടെ രാജ്യത്തോ അല്ലെങ്കിൽ ഈ പറയുന്ന ക്യാപിറ്റലിസ്റ്റ് ദോഷ രാജ്യങ്ങളിൽ മാത്രമല്ല എന്ത് വന്നത്, കോവിഡ് വന്നത്. കോവിഡ് ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളെയും ബാധിച്ചിരുന്നു. അതുകൊണ്ട് പാവപ്പെട്ട രാജ്യങ്ങൾക്കും ഈ പറയുന്ന വാക്സിൻ അസസ് ചെയ്യാൻ കഴിയാത്ത രാജ്യങ്ങൾക്കെല്ലാം ഒരേ രീതിയിൽ തുല്യമായി എക്വിറ്റബിൾ ആയിട്ട് വാക്സിൻ എത്തണം എന്ന രീതിയിൽ വന്ന ഒരു പോളിസിയാണ്. ഓക്കെ, മെയിൻലി പുവർ നേഷൻസിനെ സഹായിക്കണം, പുവർ നേഷൻസിന് ഈ പറയുന്ന വാക്സിൻ എത്തുന്ന രീതിയിൽ വന്ന UN ഒരു പോളിസിയാണ് കോവാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഗ്ലോബൽ സപ്പോർട്ടോടുകൂടി ലോക രാജ്യങ്ങൾ ഒന്നായി സഹായിച്ചുകൊണ്ട് ഈ പറയുന്ന അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളെ സഹായിക്കണം എന്ന രീതിയിൽ വന്നൊരു പോളിസിയാണ് കോവാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, UN കോമൺ അജണ്ട. യു സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പ്രസന്റ് അവർ കോമൺ അജണ്ട, എ റിപ്പോർട്ട് ഔട്ട്ലൈനിങ് റെക്കമെൻഡേഷൻ ടു അഡ്രസ് കറന്റ് ആൻഡ് ഫ്യൂച്ചർ ഗ്ലോബൽ ചാലഞ്ചസ്, എംഫസൈസിങ് മൾട്ടിലാറ്ററലിസം ആൻഡ് സോളിഡാരിറ്റി. ഓക്കെ, അവർ UN കോമൺ അജണ്ട എന്ന് പറയുന്നത് ബേസിക്കലി ഈ എല്ലാ അജണ്ടകളും വന്നത് ബേസിക്കലി സിമിലർ ആയിട്ടുള്ള ഉദ്ദേശമാണ്. പിന്നെ ഇതിനകത്ത് വരുന്നപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചും കൂടെ ഇതിനകത്ത് വരുന്നത്. ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് ലോകത്തിനെ ബാധിക്കുന്ന ഒരു ഇഷ്യൂ ആണ്. അത് കണക്ക് തന്നെ ഈ പറയുന്ന ഇന്റർനാഷണൽ കോൺഫ്ലിക്ട്സ്, രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, അത് കണക്ക് തന്നെ സിവിൽ വാറുകൾ, ആഭ്യന്തരമായ രാജ്യങ്ങളുള്ളിൽ നടക്കുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം സിവിൽ വാറാണെങ്കിൽ ഇന്റർനാഷണൽ കോൺഫ്ലിക്ട്സിലും ആരാണ് ബാധിക്കപ്പെടുന്നത് യുദ്ധങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ സിവിൽ വാർസ് ഉണ്ടാകുമ്പോൾ, ആഭ്യന്തര കലാപങ്ങൾ ഉണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടുന്നത് എപ്പോഴും സാധാരണക്കാരായിരിക്കും. സാധാരണക്കാരിൽ തന്നെ സ്ത്രീകളും കുട്ടികളും ആയിരിക്കും ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടുക. ഓക്കെ, അപ്പം അതിനൊക്കെ ഒഴിവാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഈ പറയുന്ന കോൺഫ്ലിക്റ്റുകളൊക്കെ റിസോൾവ് ചെയ്യാൻ വേണ്ടി വന്ന ഒരു ഡോക്യുമെന്റ് ആണ്, ഒരു അജണ്ടയാണ് UN കോമൺ അജണ്ട എന്ന് പറയുന്നത്. ഓക്കെ, അന്റോണിയോ ഗുട്ടറസിന്റെ ടൈമിലാണ് ഇത് വരുന്നത്. അജണ്ട ഫോർ പീസ് വരുന്ന ആരുടെ ടൈമിലാണ്? അജണ്ട ഫോർ പീസ് വരുന്നത് ആരുടെ ടൈമിലാണ്? അജണ്ട ഫോർ പീസ് വരുന്നത് ബുട്രോസ് ഗാലിയുടെ ടൈമിലാണ്. ഓക്കെ, ഗാലിയുടെ ടൈമിലാണ് അജണ്ട ഫോർ പീസ് വരുന്നത്. ഇത് അന്റോണിയോ ഗുട്ടറസിന്റെ ടൈമിൽ. ഫസ്റ്റ് 4 സെക്രട്ടറി ജനറൽ സ്ലൈഡ് ഒന്നുകൂടി കാണിക്കുക. ഫസ്റ്റ് 4 സെക്രട്ടറി കാണിക്കാം. ഓക്കെ ആണോ? ഓക്കെ ആണോ? നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, കിട്ടിയോ? എല്ലാം കിട്ടിയില്ല. ഈ മെറ്റീരിയൽ ഷെയർ ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഓൾറെഡി മെറ്റീരിയൽ നിങ്ങളുടെ ഈ ദിവ്യ ചേച്ചിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അത് കണക്ക് തന്നെ നിങ്ങളുടെ ഈ ടീച്ച്മെന്റിന്റെ മെറ്റീരിയൽസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓക്കെ. അടുത്ത 2021 സമ്മിറ്റ് ട്രാൻസ്ഫോമിംഗ് എഡ്യൂക്കേഷൻ. UN hosted a global summit focusing on transforming education system to be better the needs of leaders in rapidly changing world. ഓക്കെ, സമ്മിറ്റ് ഓൺ ട്രാൻസ്ഫോമിംഗ് എഡ്യൂക്കേഷൻ പറഞ്ഞാൽ നമുക്കറിയാം ലോകത്തില് വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരുന്ന ഒരു മെക്കാനിസം തന്നെ മാറിയില്ലേ. ഇപ്പൊ നമ്മൾ പണ്ടൊക്കെ ബ്ലാക്ക് ബോർഡിൽ പഠിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ഇന്നത്തെ കാലത്ത് സ്മാർട്ട് ക്ലാസ് റൂംസ് ആയി. അതൊക്കെ എയുടെ ഉപയോഗം ഭയങ്കരമായിട്ട് വർദ്ധിച്ചു. എയുടെ ഉപയോഗം വർദ്ധിക്കുമ്പോൾ തന്നെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഒരുപാട് രീതിയിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നെഗറ്റീവായ ഇമ്പാക്ട്സും ഉണ്ട്, പോസിറ്റീവായ. ഓക്കെ, അപ്പം അതിനെയൊക്കെ ക്രോഡീകരിക്കുക അല്ലെങ്കിൽ അതിനൊക്കെ വേണ്ട രീതിയിൽ പരിഗണിക്കുക, ആ രീതിയിലുള്ള മാറ്റങ്ങൾ വിദ്യാഭ്യാസ സംവിധാനത്തിൽ കൊണ്ടുവരിക എന്ന രീതിയിൽ വന്നൊരു സമ്മിറ്റാണ് സമ്മിറ്റ് ഓൺ ട്രാൻസ്ഫോമിംഗ് എഡ്യൂക്കേഷൻ. 2023 ആ സമ്മിറ്റ് നടക്കുന്നത്. ഓക്കെ,
2024 സെക്യൂരിറ്റി കൗൺസിൽ റിഫോം ഡിസ്കഷൻ. എല്ലാ കാലത്തും നടക്കുന്ന ഒരു ഡിസ്കഷനാണ് ഈ സെക്യൂരിറ്റി കൗൺസിൽ റിഫോം ഡിസ്കഷൻ എന്ന് പറയുന്നത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എക്സ്പ്രസ് സപ്പോർട്ട് ഫോർ ദ അഡീഷൻ ഓഫ് 2 permanent seats for African countries on the UN Security Council, aiming to enhance representation across contemporary global dynamics. അപ്പം ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള, അതായത് എന്താണ് UN സെക്യൂരിറ്റി കൗൺസിൽ ഞാൻ നേരത്തെ പറഞ്ഞൊരു പ്രശ്നമാണ്. അതായത് ഈ പറഞ്ഞ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾക്കും ആഫ്രിക്കൻ രാജ്യങ്ങൾക്കും ഒരു തരത്തിലുള്ള റെപ്രസെന്റേഷൻ കൊടുക്കാത്ത ഒരു ബോഡിയാണ് UN സെക്യൂരിറ്റി കൗൺസിൽ എന്ന് പറയുന്നത്, അല്ലെ? അപ്പം യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, വളരെ അതിശയകരമായ കാര്യമാണെങ്കിലും US എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറയുന്ന 2 ആഫ്രിക്കൻ രാജ്യങ്ങൾക്കെങ്കിലും ഈ പറയുന്ന UN സെക്യൂരിറ്റി കൗൺസിൽ പെർമനന്റ് മെമ്പർഷിപ്പ് കൊടുക്കണം എന്നും പറഞ്ഞ് ഒരു വാദം ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും പരിഗണിക്കപ്പെട്ടിട്ടില്ല. ഓക്കെ, അത് കണക്ക് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറെ കാര്യമുണ്ട്. നോട്ട് കയ്യിലുള്ള ആൾക്കാരാണെങ്കിൽ എഴുതി വെക്കുക. G4 എന്ന് കേട്ടിട്ടുണ്ടോ? G4 എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് 4. ഓക്കെ, അതായത് G4 എന്ന് പറഞ്ഞാൽ ഇന്ത്യ, ജർമ്മനി, ഓക്കെ, ഇന്ത്യ, ജർമ്മനി, ജപ്പാൻ, ഓക്കെ, ജപ്പാൻ, ബ്രസീൽ. ഓക്കെ, ഇന്ത്യ, ജർമ്മനി, ജപ്പാൻ, ബ്രസീൽ എന്ന് പറയുന്ന 4 രാജ്യങ്ങളെയാണ് G4 എന്ന് വിളിക്കുന്നത്. ഈ G4 രാജ്യങ്ങളെ എല്ലാ യുഎന്റെ സെക്യൂരിറ്റി കൗൺസിൽ പെർമനന്റ് മെമ്പേഴ്സ് ആകണമെന്ന് ആഗ്രഹമുള്ള രാജ്യങ്ങളാണ്. ഓക്കെ, യുഎന്റെ സെക്യൂരിറ്റി കൗൺസിൽ പെർമനന്റ് മെമ്പേഴ്സ് ആകണമെന്ന് ആഗ്രഹമുള്ള 4 രാജ്യങ്ങളാണ് ഇന്ത്യ, ജർമ്മനി, ജപ്പാൻ, ബ്രസീൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി വാദിക്കുന്ന രാജ്യങ്ങളാണ് ഈ പറയുന്ന 4 രാജ്യങ്ങൾ. അവരെ G4 എന്നാണ് പറയുക. ഓക്കെ, ഇവര് ഇന്നും ഈ കാലഘട്ടത്തിലും എന്നും പറയുന്ന ആവശ്യങ്ങളാണ്. അതായത് UN സെക്രട്ടറി ജനറലൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ ജനറൽ അസംബ്ലിയൊക്കെ വരുമ്പോഴും ഇന്ത്യയൊക്കെ എപ്പോഴും ആവശ്യം ഉന്നയിക്കുന്നതാണ്. അതായത് ലോകത്തിലെ ഏറ്റവും പോപ്പുലസ് ആയ, ലോകത്തിലെ ഏറ്റവും GDP ഗ്രോത്ത് ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പം ഇന്ത്യക്ക് ഈ പറയുന്ന സെക്യൂരിറ്റി കൗൺസിലിൽ പെർമനന്റ് മെമ്പർ ആവുക എന്ന് പറയുന്നത് അവർക്ക് നിഷേധിക്കപ്പെടാൻ ചെയ്തുകൂടാത്ത ഒരു കാര്യമാണ് എന്നാണ് ഇന്ത്യ അവകാശപ്പെടുന്നത്. ഓക്കെ, അങ്ങനത്തെ രാജ്യങ്ങൾ G4 എന്ന് വിളിക്കുന്നത്. അത് കണക്കിന് വേറൊരു സംഭവമുണ്ട്, കോഫി ക്ലബ് എന്ന്. ഓക്കെ, കോഫി ക്ലബ് എന്ന് പറയുന്നത് ഈ പറയുന്ന G4 രാജ്യങ്ങളെ പെർമനന്റ് മെമ്പേഴ്സ് ആക്കരുത് എന്ന് പറഞ്ഞ് പ്രവർത്തിക്കുന്ന വേറൊരു ലോബിയാണ് കോഫി ക്ലബ് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ട് ആരൊക്കെ ആയിരിക്കും കോഫി ക്ലബിൽ ഉണ്ടാവുക? ഇപ്പം ബ്രസീൽ ഉള്ളത് കൊണ്ട് ആരുണ്ട്? മെക്സിക്കോ ഉണ്ട് കോഫി ക്ലബിൽ. മെക്സിക്കോ എന്താണ് പറയുന്നത്? ബ്രസീലിൽ നിന്നും അങ്ങനെ എന്താണ് പെർമനന്റ് മെമ്പർ ആക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഇന്ത്യ ഉള്ളതുകൊണ്ട് ആരുണ്ട്? പാകിസ്ഥാൻ ഉണ്ട് കോഫി ക്ലബിൽ. ഇങ്ങനെ പറയുന്ന എന്താണ് അവർ പറയുന്നത്? ഇല്ല, ഇന്ത്യ അങ്ങനെ പെർമനന്റ് മെമ്പർ ആക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് നിഷേധിക്കുന്ന, അല്ലെങ്കിൽ അതിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു ടീമാണ് ഈ കോഫി ക്ലബ് എന്ന് പറയുന്നത്. അപ്പൊ G4 ഉണ്ട്, കോഫി ക്ലബ് ഉണ്ട് UN സെക്യൂരിറ്റി കൗൺസിലായിട്ട്. ഓക്കെ, അതാണ് 2025 18th UN General Assembly High Level Week scheduled for September 23 to 29. This session marks the 18th anniversary of UN. ഓക്കെ, സെപ്റ്റംബർ 23-നും 21-നും നടക്കുന്ന 80ാമത്തെ ആനിവേഴ്സറി. ഓക്കെ, 2025-ലാണ് 80ാമത്തെ ആനിവേഴ്സറി UN ആഘോഷിക്കുന്നത്. UN പീസ് കീപ്പിംഗ് മിനിസ്റ്റീരിയൽ മീറ്റിംഗ് സെറ്റ് ഫോർ May 13 to 14 in Berlin. UN പീസ് കീപ്പിംഗുമായിട്ട് ബന്ധപ്പെട്ട ഒരു മിനിസ്റ്റീരിയൽ ഹൈ ലെവൽ മീറ്റിംഗ് നടക്കുകയാണ് ബെർലിൻ വെച്ച്. സ്ട്രെങ്തൻ ഇന്റർനാഷണൽ സപ്പോർട്ട് ഫോർ പീസ് കീപ്പിംഗ് ഓപ്പറേഷൻ. അതായത് ഈ പീസ് കീപ്പിംഗ് ഓപ്പറേഷനിൽ കുറച്ചുകൂടി വരിക, അല്ലെങ്കിൽ ഫണ്ട് കൂടുതൽ രീതിയിലുള്ള ഒരു പീസ് കീപ്പിംഗ് മിനിസ്റ്റീരിയൽ മീറ്റിംഗ് ആണ് ബെർലിൻ വെച്ചാണ് നടക്കുന്നത്. ഓക്കെ, അടുത്താണ് വേൾഡ് എക്സ്പോ 2025 ഒസാക്ക. ഒസാക്ക എവിടെയാണ്? ഒസാക്ക ജപ്പാനിലാണ് കേട്ടോ. ഓക്കെ, അങ്ങനെ 2025-ലാണ് ആ എക്സ്പോ നടക്കുന്നത്, വേൾഡ് എക്സ്പോ നടക്കുന്നത്. വേൾഡ് എക്സ്പോയിൽ ഒന്നുമില്ല, യുഎന്റെ ഇതുവരെയുള്ള ലോകത്തിന് UN നടത്തിയുള്ള കോൺട്രിബ്യൂഷൻ, അത് പീസ് കീപ്പിംഗ് മിഷൻസ് ആയിക്കോട്ടെ, ഇത്തരത്തിലുള്ള റെസൊല്യൂഷൻസ് ആയിക്കോട്ടെ, പാരീസ് അഗ്രിമെന്റ് ആയിക്കോട്ടെ, അത് മുഖാന്തരം വന്ന മാറ്റങ്ങളായിക്കോട്ടെ. അപ്പൊ അതൊക്കെ പറയുന്നത് എന്താണ്? UN ലോകത്തിന് വേണ്ടി സംഭാവന ചെയ്ത കാര്യങ്ങളാണ്. ഒക്കെ UN എന്ന് പറഞ്ഞാൽ എന്താണ്? പാർലമെന്റ് ഓഫ് നേഷൻസ് ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പൊ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും കൂട്ടായി ചേർന്ന് നിന്നുകൊണ്ട് UN എന്ന് പറഞ്ഞ ആ ഒരു കോമൺ പ്ലാറ്റ്ഫോമിൽ നിന്ന് ലോകത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങളെ ഒരു എക്സ്പോ മുഖേന ലോകത്തിനെ അറിയിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അതിനെ ഫീച്ചർ ചെയ്തുകൊണ്ട് വന്ന ഒരു വേൾഡ് എക്സ്പോ ആണ് 2020 നടന്ന ഒസാക്കയിൽ വെച്ച് നടന്ന വേൾഡ് എക്സ്പോ 2025. ഓക്കെ, അതാണ് COP30 ക്ലൈമറ്റ് സമ്മിറ്റ് ഷെഡ്യൂൾ ഫോർ നവംബർ 10 നവംബറിലാണ് നടന്നത്. ഇൻ ബേലം, ബ്രസീലിലാണ്. ബ്രസീൽ എന്ന് പറഞ്ഞാൽ ബേലത്തിലുള്ള ബ്രസീലുള്ള ഒരു സ്ഥലമാണ് ബേലം. ഓക്കെ, ദിസ് കോൺഫറൻസ് വിൽ ഫോക്കസ് ഓൺ ഗ്ലോബൽ ക്ലൈമറ്റ് ആക്ഷൻ വിത്ത് ബ്രസീൽ ഇംപ്ലിമെന്റിംഗ് ക്രിയേറ്റീവ് സൊല്യൂഷൻസ് ടു അക്കോമഡേറ്റ് ദ ഇൻഫ്ലുവൻസ് ഓഫ് പാർട്ടിസിപ്പൻസ്. ഓക്കെ, അതായത് ഇൻഫ്ലുവൻസ് ഓഫ് പാർട്ടിസിപ്പൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൂടുതൽ പാർട്ടിസിപ്പൻസ് ഈ പറയുന്ന COP-യിലൊക്കെ പങ്കെടുത്ത് തുടങ്ങുന്നുണ്ട്. അപ്പം കുറച്ചും കൂടി ക്രിയേറ്റീവായ, ഈ ലോകത്തിലുള്ള പല പ്രശ്നങ്ങളെയും
പരിഹരിക്കാൻ കഴിയുന്ന ഈ ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാവുന്ന രീതിയിൽ ബ്രസീൽ കുറച്ച് ഇനിഷ്യേറ്റീവ്സ് നടത്തുന്നുണ്ട്. അപ്പം ബ്രസീൽ എന്നൊക്കെ പറഞ്ഞ ഒരു കീ പ്ലെയർ ആണ്, വേൾഡ് പൊളിറ്റിക്സിലെ കീ പ്ലെയർ ആണ്. ഓക്കെ, ബ്രസീൽ, ജപ്പാൻ, ജർമ്മനി, ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ കീ പ്ലെയേഴ്സ് ആണ്. അപ്പം അവര് നടത്തുന്ന ഒരു ക്ലൈമറ്റ് സമ്മിറ്റിൽ ബ്രസീൽ കുറച്ച് നിർണായകമായ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ അതാണ് COP30 എന്ന് പറയുന്നത്. COP30 എവിടെ വെച്ചാണ് നടന്നതാണ് നിങ്ങൾക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, അത് ബ്രസീൽ വെച്ചാണ്. ഓക്കെ, ബേലം എന്ന് പറയുന്നത് ബ്രസീൽ വെച്ചാണ് COP30 നടക്കുന്നത്. അപ്പൊ ഇത്രയാണ് യുഎന്റെ കാര്യങ്ങൾ. പിന്നെ അത് ഉൾപ്പെടുത്താത്ത കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും. അത് നമ്മൾ എവിടെ ഡിസ്കസ് ചെയ്യും? നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ എന്ന രീതിയിൽ ബാക്കിയുള്ള പോർഷൻസും പറഞ്ഞു പോകും. അത് തന്നെയാണ് നമ്മൾ പ്രീ മോഡലും ചെയ്തത്. അങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യും. അതാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു, ഒന്നുകൂടെ ഞാൻ ഈ ക്ലാസ്സിൽ പറയുകയാണ്. നിങ്ങൾ പഠിക്കുമ്പോൾ എപ്പോഴും ഈ മോഡ്യൂൾ നോട്ട്സ് മാത്രം നോക്കാതെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ലാസ്റ്റ് നോക്കാം എന്ന് പറഞ്ഞിരിക്കാതെ ഈ പറയുന്ന മോഡ്യൂൾ നോക്കിയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുക. ഓരോ മോഡ്യൂളിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉള്ളത് കൊണ്ട് മാത്രം ഒരു 10 ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടാവത്തുള്ളൂ. കാരണം ഞാൻ പറഞ്ഞു, ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും നോക്കില്ല, 9 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയുള്ളൂ. 9 ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ള ഒരു 10 ക്വസ്റ്റ്യൻ ഒക്കെ ഒരു മോഡ്യൂളിൽ നിന്ന് ഉണ്ടാവും. 9 ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഓക്കെ, അപ്പൊ ആ 10 ക്വസ്റ്റ്യൻ നോക്കുക. അതിന്റെ താഴെ തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പെടുന്ന രീതിയിൽ തന്നെ കുറെ എക്സ്പ്ലനേഷൻ ഉണ്ടാവും. അത് കണക്ക് തന്നെ ഞാൻ ഈ മോഡ്യൂളിൽ ഉൾപ്പെടുത്താത്ത വേറെ കുറച്ച് കാര്യങ്ങൾ, ഓക്കെ, വേറെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സും ആ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ മോഡ്യൂളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും ഒരുമിച്ച് പഠിക്കുക, അല്ലാതെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എല്ലാം കൂടെ ലാസ്റ്റ് നോക്കാമെന്ന് വിചാരിക്കും പ്ലീസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.